Once again, a louder hallelujah. ഒരിക്കൽ കൂടി ഉച്ചത്തിൽ ഹല്ലേലൂയ. Just once again, want to greet all of you in the powerful and matchless name of our Lord and Savior Jesus Christ. Speak blessings and grace upon you this morning. ഒരിക്കൽ കൂടി കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങളെ ഏവരെയും വന്ദനം ചെയ്യുന്നു. നിങ്ങളുടെ മേൽ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. I have to confess, I have been deeply blessed by yesterday morning and yesterday night. I don't know about you, but as I always believe, I speak to myself and others get the chance to listen to it. ഞാൻ തീർച്ചയായിട്ടും സന്തോഷിക്കുന്നു. ഇന്നലെ രാവിലെയും ഇന്നലെ വൈകിട്ടും ലഭിച്ച അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളെ ഓർത്ത് പ്രത്യേകിച്ച് ഞാൻ എന്നോട് തന്നെ സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. And I believe the Lord is in the business of answering prayers and answering the prayers of his own people. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് തന്റെ ജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഒരു ദൈവമാണ്. കർത്താവ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. How many are still excited about God this morning? എത്ര പേർക്ക് ദൈവത്തെ ഓർത്ത് സന്തോഷമുണ്ട്? How many still want to thank God for Jesus this morning? യേശുവിനെ ഓർത്ത് കർത്താവിന് നന്ദി പറയാൻ എത്ര പേർ തയ്യാറാണ്? How many still want to thank God for salvation that has been given to us? നമുക്ക് നൽകപ്പെട്ട ആ രക്ഷയെക്കുറിച്ച് ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ എത്ര പേർ ഇന്ന് തയ്യാറാണ്? And how many want to thank God for the Holy Spirit? എത്ര പേർക്ക് പരിശുദ്ധാത്മാവിനായി നന്ദി പറയുവാൻ താല്പര്യമുണ്ട്? Hallelujah. 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 We are grateful to the Lord for the church that they have organized this series of meetings where we can come in the presence of the Lord, find a reason to come back into the house of God and sit under his glorious presence. പ്രത്യേകിച്ച് സഭയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കയറ്റുകയാണ്. ഇങ്ങനെ തുടർമാനമായി നടക്കുന്ന ഈ മീറ്റിങ്ങുകൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് അനുഗ്രഹം പ്രാപിക്കാനുള്ള നല്ല അവസരങ്ങളാണ്. അതുകൊണ്ട് ആ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. We will continue what we started yesterday morning. നമ്മൾ ഇന്നലെ പകൽക്കാലം ആരംഭിച്ചത് തുടർമാനമായി ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. And I believe the Lord has much to speak to us again this morning. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് ഇനിയും നമ്മളോട് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുവാനായിട്ടുണ്ടെന്ന്. Okay, let me do a head check. How many were there yesterday morning so that I don't have to repeat? Okay. ഇന്നലെ രാവിലെ ഉണ്ടായിരുന്ന എത്ര പേരുണ്ട്? കരങ്ങളൊന്ന് ഉയർത്തി. Very good. So the majority were here and I want to thank God for that. ഭൂരിപക്ഷം പേര് ഇവിടെ ഉണ്ടായിരുന്നു. അത് ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. We tried to understand that the Holy Spirit did not appear in Acts chapter 2. That is what we said. നമ്മൾ ഇന്നലെ പറഞ്ഞത് ഇങ്ങനെയാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ൽ പരിശുദ്ധാത്മാവിനെ ആദ്യമായി നാം കാണുന്നത്. At least in the earthly ministry of Jesus, we tracked the movement of the Holy Spirit and Jesus together. യേശു കർത്താവിന്റെ ഈ ഐഹിക ലോക ശുശ്രൂഷയിൽ കർത്താവിനോടൊപ്പം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് ഇടയായി. So we'll do a class test, okay? Right now. നമ്മൾ ഈ സമയത്ത് ഒരു ക്ലാസ് ടെസ്റ്റ് നടത്താൻ പോകുകയാണ്. If you fail, you will get coffee. നിങ്ങൾ പരാജയപ്പെട്ടാൽ നിങ്ങൾക്ക് ഒരു കാപ്പി കിട്ടും. If you pass, you will have to give a coffee. നിങ്ങൾ ജയിച്ചാൽ നിങ്ങൾ മറ്റാർക്കെങ്കിലും ഒരു കോഫി കൊടുക്കേണ്ടതായിട്ട് വരും. Okay, where is the first instance? What did we learn yesterday about Jesus and the നമ്മൾ Holy Spirit? ആദ്യമായിട്ട് യേശുവിനെ കുറിച്ച് പഠിച്ച കാര്യം എന്തായിരുന്നു? Come on, everybody. Hallelujah, stotram. That was not the answer. Yes. Okay, yes, exactly. At birth, we saw Jesus and the Spirit together. യേശു കർത്താവിന്റെ ജനനത്തിങ്കൽ പരിശുദ്ധാത്മാവും യേശുവും ഒരുമിച്ചുള്ളതായി നാം കാണുന്നു. John was filled in his mother's womb, we read yesterday. നമ്മൾ ഇന്നലെ വായിക്കേണ്ടേ യോഹന്നാൻ സ്നാപകൻ തന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. But for Jesus it was different. It was the Spirit that formed, that birthed Jesus. എന്നാൽ യേശുവിനെ സംബന്ധിച്ച് അത് വ്യത്യസ്തമായിരുന്നു. പരിശുദ്ധാത്മാവ് തന്നെയാണ് യേശുവിനെ ഉത്ഭവിപ്പിക്കുമാറാക്കിയത്. And we believed yesterday for greater things to be birthed through the Holy Spirit in our midst. നമ്മൾ അതോടൊപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞു വലിയ കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ മധ്യേ ജനിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉത്ഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. It's one thing to fill something with the Holy Spirit or the ministry with the Holy Spirit. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയിൽ നിറയപ്പെടുക എന്ന് പറയുന്ന ഒന്നാണ്. But another thing when the Spirit himself births a ministry among us for greater glory. എന്നാൽ മറ്റൊരു കാര്യമാണ് കർത്താവിന്റെ മഹിമയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനാൽ ഉത്ഭവിക്കപ്പെടുന്ന ചില ശുശ്രൂഷകളുമുണ്ട്. Secondly, where did we connect Jesus and the Spirit? Help me from this side. ഈ ഭാഗത്തു നിന്ന് ആരെങ്കിലും പറഞ്ഞാട്ടെ. രണ്ടാമതായി യേശുവിനെ at baptism, thank you, we found Jesus is baptized, he comes out and the Spirit like a dove descended upon him. രണ്ടാമതായി നാം കാണുന്നിടയായി യേശുവിന്റെ സ്നാനത്തിങ്കൽ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ യേശുവിന്റെ മേൽ കടന്നു വന്നു എന്ന്. I shared a story yesterday about the dove. Anybody remembers that? ഞാൻ ഇന്നലെ പ്രാവിനെ കുറിച്ച് ഒരു കഥ പറയുവാനായിട്ടിടയായി. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? Okay, 3 people remember. 3 പേര് ഓർക്കുന്നുണ്ട്. I'll make it even harder. Do you remember the author that I mentioned? ഞാൻ പറഞ്ഞ ആ എഴുത്തുകാരന്റെ പേര് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? Oh, you pass. നിങ്ങൾ പാസ്സായിരിക്കുന്നു. ആർടി കെൻഡൽ എന്നായിരുന്നു പേര്. Thank you. And so we said that the Spirit is not dove, but
in the form of a dove, the Spirit descended. നമ്മൾ ഇന്നലെ പറയാനായിട്ട് ഇടയായി തീർന്നു, പരിശുദ്ധാത്മാവ് ഒരിക്കലും പ്രാവല്ല, പകരം പ്രാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. Thirdly, we tried to understand that the Spirit took Jesus into the school of wilderness. മൂന്നാമതായി നാം പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നു, ആ മരുഭൂമിയിലെ പാഠശാലയിലേക്ക് പരിശുദ്ധാത്മാവ് യേശുവിനെ വഴി നടത്തി. I intentionally call it the school of wilderness because that was the time of training and testing the earthly Jesus to face earthly giants. ഞാൻ അതിനെ മനഃപൂർവ്വമാണ് പാഠശാല എന്ന് വിളിക്കുന്നത്. കാരണം ഈ ലോകത്തിലായിരുന്ന യേശുവിനെ പരിശീലിപ്പിക്കുവാൻ തക്കവണ്ണമാണ് പരിശുദ്ധാത്മാവ് അങ്ങനെ മരുഭൂമിയിലേക്ക് നയിച്ചത്. All right, and so 40 days they are in the school together, and at the end of the days they have defeated the devil through the word of God. നമ്മൾ കാണാനായിട്ട് ഇടയായി 40 ദിവസങ്ങൾ യേശു ഉപവസിക്കുകയായിരുന്നു. എന്നാൽ ആ 40 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പിശാചിന്റെ തന്ത്രങ്ങളെ അതിജീവിക്കുവാൻ, ജയിക്കുവാൻ യേശുവിന് കഴിയുവാനിടയായി. Then in Luke 4:14 we found that Jesus came back where? Which part? ലൂക്കോസ് 4:14 നമ്മൾ കണ്ടു, യേശു എവിടേക്കാണ് മടങ്ങി വന്നത്? Into the regions of Galilee. ആ ഗലീല പ്രദേശത്തേക്കാണ് കടന്നു വന്നത്. And the Spirit was with him. തന്നോടൊപ്പം പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. His first message was preached where? എവിടെയായിരുന്നു യേശുവിന്റെ ആദ്യത്തെ പ്രസംഗം പ്രസംഗിക്കപ്പെട്ടത്? Nazareth. Thank you. നസറത്തിൽ വെച്ച്. And what was the name of that bench that I mentioned yesterday? ഞാൻ ഇന്നലെ ഒരു ബെഞ്ചിനെ കുറിച്ച് പറഞ്ഞു, യേശു ഇരുന്ന സിനഗോഗിലെ ബെഞ്ച്. Awesome, awesome. You will have to give coffee to everybody. No. എല്ലാവർക്കും കോഫി കൊടുക്കണം. Come on, clap for our auntie there. Well done, well done. So Bima, Jesus sat down at the Bima and everybody was looking to him. യേശു ആ ഭീമ എന്ന സീറ്റിന്മേൽ ഇരുന്നിട്ട് അവിടെ ഇരുന്നപ്പോൾ എല്ലാവരും യേശുവിനെ ഉറ്റുനോക്കുകയായിരുന്നു. And he began his first message. യേശു തന്റെ ആദ്യത്തെ പ്രസംഗം അവിടെ ആരംഭിക്കുകയാണ്. And what is from this side? Which passage did he quote from Isaiah? യെശയ്യാവിന്റെ ഏത് ഭാഗമാണ്? 61. യെശയ്യാവ് 61. I have been anointed to preach the good news. ഞാൻ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. And what was the result? Gold medal? What was the result? എന്തായിരുന്നു ഈ പ്രസംഗത്തിന്റെ അനന്തരഫലമായി ലഭിച്ചത്? ഗോൾഡ് മെഡൽ ആണോ? Exactly. Suffering. He had to almost disappear thinly between the crowds and disappear. യേശുവിന് കഷ്ടതയായിരുന്നു മറുപടിയായിട്ട് ലഭിച്ചത്. എങ്ങനെയോ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് കഷ്ടിച്ച് യേശു And രക്ഷപ്പെടുകയായിരുന്നു. we mentioned it, and I'll bring it back again. We mentioned that even in suffering, the Spirit was with Jesus. ഞാൻ ഇന്നലെ പറയുവാനായിട്ട് ഇടയായി, കഷ്ടതയുടെ നടുവിൽ പോലും യേശുവിനോടൊപ്പം പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. So we have talked about birth, we have talked about baptism, we have talked about Bible school, we have talked about coming back to Galilee, we have talked about his first message. But you find in Acts 10:38, a very popular scripture with preachers, where we find now Paul is describing this ministry of Jesus and the Spirit to a non-Jew, a Gentile family. നമ്മൾ ഇന്നലെ കാണുവാനായിട്ട് ഇടയായി തീർന്നു, യേശുവിന്റെ ജനനത്തിങ്കൽ പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടായിരുന്നു, യേശുവിന്റെ സ്നാനത്തിങ്കൽ പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടായിരുന്നു, ബൈബിൾ സ്കൂളിൽ പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടായിരുന്നു, ഗലീലയിൽ പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടായിരുന്നു, യേശുവിന്റെ ശുശ്രൂഷയിൽ ഉടനീളം പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നാം കാണുകയാണ് അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ യേശു അത് യവനന്മാരുടെ ഇടയിൽ ശുശ്രൂഷ പരിശുദ്ധാത്മാവിൽ കൂടി ചെയ്യുന്നതായി. And then we read like this in Acts 10:38, how God, read this with me in English, 1, 2 and 3 loudly. How God anointed Jesus of Nazareth with the Holy Spirit and with power, who went about doing good and healing all who were oppressed by the devil, for God was with him. So in the regular ministry, we now find the Spirit is with Jesus, and they're together ministering in Nazareth, in Jerusalem, in Cana, in Capernaum, wherever they are going. നാം ഇപ്പോൾ കാണുന്നു യേശുവിന്റെ എല്ലാ ദിവസമുള്ള ദൈനംദിന ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് കാനായിലും ഗലീലയിലും യേശു നസറത്തിൽ പോയാലും എവിടെ പോയാലും പരിശുദ്ധാത്മാവ് തന്റെ കൂടെ ഉണ്ടായിരുന്നു. Everybody with me yet? എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? And then fast forward, Jesus is now in the Garden of Gethsemane. ഇപ്പോൾ യേശു കർത്താവ് ഗത്സമന തോട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. And he's praying for the will of the Father to be done in his താൻ ആ life. പിതാവിന്റെ ഹിതം തന്റെ ജീവിതത്തിൽ നിറവേറുവാനായി പ്രാർത്ഥിക്കുകയാണ്. And he's praying, Lord, I don't want to do it. I don't want to do it. I cannot do it. But not my will, let your will be done. താൻ നിരന്തരം പ്രാർത്ഥിക്കുകയാണ്, തുടർമാനമായി പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്കത് ചെയ്യാൻ താല്പര്യമില്ല, എങ്കിലും എൻ്റെ ഹിതമല്ല, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമേ. And finally he gives himself and gets ready to go to the cross. ഏറ്റവും അവസാനം താൻ സമ്മതിക്കുകയാണ്, എന്നിട്ട് ആ ക്രൂശിലേക്ക് പോകുവാൻ താൻ തന്നെ തന്നെ വിധേയപ്പെടുത്തുകയാണ്. Hebrews 9:14. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. അടുത്താട്ടെ. You're allowed to open your Bibles. നിങ്ങൾക്ക് എല്ലാവർക്കും ബൈബിൾ തുറക്കാൻ സമ്മതം. പശുഭസ്മവും ജഡികശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം
ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം So ശുദ്ധീകരിക്കും. we read a small phrase there. Eternal spirit is mentioned there. അവിടെ നമ്മൾ കാണുന്നുണ്ട് നിത്യാത്മാവ് എന്നൊരു പദം That കാണുന്നുണ്ട്. is a synonym for the Holy Spirit. അത് പരിശുദ്ധാത്മാവിന് മറ്റൊരു പദമാണ്. And you read very carefully, it says, through this eternal spirit, Jesus offered himself in the cross, at the cross. ഇവിടെ കാണുന്നു ആ നിത്യാത്മാവിനാൽ യേശു കർത്താവ് ആ ക്രൂശിൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തുവെന്ന്. This Holy Spirit that the Father through Jesus has sent to us will enable us also to go to the cross and through the cross. പിതാവ് യേശുവിൽ കൂടി നമുക്ക് സമ്മാനിച്ച പരിശുദ്ധാത്മാവ് ആ ക്രൂശിൽ കൂടി കടന്നു പോകുവാൻ, ആ ക്രൂശിനെ സഹിക്കുവാൻ സഹായിക്കുന്നവനാണ്. Please understand, we are trying to expand our thinking and understanding and experience about the Holy Spirit, more than speaking in tongues, more than jumping in joy, more than clapping and being happy. We are trying to understand the work of the Holy Spirit. പ്രത്യേകിച്ച് തിരിച്ചറിയണമേ, പരിശുദ്ധാത്മാവ് നാം പ്രാർത്ഥിക്കുമ്പോഴും നാം അഭിഷേകം പ്രാപിക്കുമ്പോഴും നാം പാടുമ്പോഴും ആരാധിക്കുമ്പോഴും തുള്ളുമ്പോഴും അത് മാത്രമല്ല, പകരം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളെ കൂടുതലായി ആഴത്തിൽ മനസ്സിലാക്കാൻ നാം ശ്രമിക്കുകയാണ്. And so Jesus, he has already told the Father, I cannot do it. I think I'm going to quit. And that's when the Spirit would have said, I'm here, I'm going to help you. And through the eternal Spirit, through the embodiment of the Holy Spirit, he lifts himself up on the cross and takes the sins of the world upon his shoulder. യേശുവിന്റെ ജീവിതത്തിൽ നോക്കണമേ, യേശു കർത്താവ് ഏതാണ്ട് കൈവിടുവാൻ, ആ ശുശ്രൂഷ ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നു. എനിക്ക് കഴിയില്ല എന്ന പിതാവിനോട് ആവർത്തിച്ചു പറഞ്ഞു. എന്നാൽ ആ നിത്യാത്മാവിന്റെ സഹായത്താൽ താൻ ആ ക്രൂശിലേക്ക് തന്നെ തന്നെ ഉയർത്തുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് യേശുവിനെ സഹായിച്ചു. Why am I saying I don't want? Jesus might have said, I don't want to do it. എന്തുകൊണ്ടാണ് യേശു പറഞ്ഞു കാണുന്നത്, അയ്യോ എനിക്കിത് ചെയ്യാൻ താല്പര്യമില്ല The കർത്താവേ? usual understanding is Jesus said, okay Lord, I will do it because I am God and I have to. No. He was fully human. And being fully human, he tried his best to convince God not to do it. But the Father was adamant. And that is why Jesus underwent the suffering through the cross. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ടോ, യേശു കർത്താവ് ദൈവമായതുകൊണ്ട് പറഞ്ഞു കാണുമോ, ഇല്ല കർത്താവേ ഞാൻ എങ്ങനെയെങ്കിലും ചെയ്തോളാം. ഇല്ല, യേശു പൂർണ്ണ മനുഷ്യനായിരുന്നു. താൻ പിതാവിനോട് ആവർത്തിച്ചു പറഞ്ഞു, എനിക്കിത് ചെയ്യാൻ താല്പര്യമില്ല എന്ന്. And that is why he needed the Spirit to offer up himself. And through the eternal Spirit, he offered himself as a sacrifice. അതുകൊണ്ടാണ് ആ പരിശുദ്ധാത്മാവിന്റെ സഹായം എനിക്ക് ലഭ്യമാകേണ്ടിയിരുന്നത്. പരിശുദ്ധാത്മാവിന്റെ സഹായത്താലാണ് ആ ക്രൂശീകരണത്തിന് വേണ്ടി സമർപ്പിപ്പാൻ യേശുവിന് കഴിഞ്ഞത്. Please understand, in the midst of your suffering, in the midst of your pain, in the midst of your agony, in the midst of your confusion, in the midst of the myriad of questions surrounding you, the Holy Spirit has not deserted you. He is standing with you, helping you to endure the cross so that the Father might be glorified. പ്രത്യേകം ഒരു കാര്യം മനസ്സിലാക്കണമേ, നിങ്ങളുടെ പ്രശ്നങ്ങളുടെയൊക്കെ മധ്യത്തിൽ, നിങ്ങളുടെ 100,000 ചോദ്യങ്ങളുടെ മധ്യത്തിൽ നിങ്ങളായിരിക്കുമ്പോൾ, കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരിക്കലും കൈവിട്ടിട്ടില്ല. അവൻ നിങ്ങളോട് കൂടെയുണ്ട്. ആ പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ നിങ്ങളെ സഹായിക്കുവാൻ പരിശുദ്ധാത്മാവ് എപ്പോഴും കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. Now this human Jesus, this 33-year-old young man is dead on the cross. ഇപ്പോൾ മനസ്സിലാക്കണം, ആ പൂർണ്ണ മനുഷ്യനായ 33 വയസ്സുകാരനായ യേശു കർത്താവ് ആ കാൽവരി ക്രൂശിൽ മരിച്ചിരിക്കുകയാണ്. Given up his ghost. താൻ തന്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു. And they lower his body. യേശുവിന്റെ ശരീരത്തെ അവർ ക്രൂശിൽ നിന്ന് ഇറക്കുകയാണ്. Buried in a grave. തന്നെ ഒരു കല്ലറയിൽ അടക്കം ചെയ്തു. On the third day, 3-ാം ദിവസം what happens? എന്താ സംഭവിച്ചത്? Turn with me to Romans 8:11. റോമർക്ക് എഴുതിയ ലേഖനം 8:11 എന്നോടൊപ്പം കടന്നു വരണമേ. Yeah. What is it? അവിടെ ഇങ്ങനെ പറയുന്നു, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. Wait. ആര് ഉയർപ്പിച്ചു? യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. So complete the statement for me, please. എനിക്ക് വേണ്ടി ആ പദം ഒന്ന് പൂർത്തീകരിക്കണമേ. That means അതിനർത്ഥം പരിശുദ്ധാത്മാവ് it was through the Holy Spirit that Jesus came back from the dead. പരിശുദ്ധാത്മാവിനാലാണ് മരിച്ചവരിൽ നിന്ന് യേശു ഉയർത്തെഴുന്നേറ്റ് വന്നത്. Resurrection was made possible through the Holy Spirit. ആ പുനരുദ്ധാനം പോലും സാധ്യമായത് പരിശുദ്ധാത്മാവിനാലാണ്. It was not something that Jesus did on his own. He was not lying dead and said, okay, ready? And they have this, what they call the swoon theology, right? He was just swooned. He was just unconscious. Suddenly said, where am I? No. He was fully dead.
And then the Spirit of God came into his body. And when the Spirit entered his body, he came alive. He came alive. യേശു കർത്താവ് 3 ദിവസം ഇങ്ങനെ വെറുതെ കിടക്കുകയായിരുന്നില്ല. ചിലർ പറയും സൂൺ തിയോളജി, യേശു മയങ്ങി കിടക്കുകയായിരുന്നു. പെട്ടെന്ന് യേശുവിന് ബോധം വന്നപ്പോൾ ചാടി എഴുന്നേറ്റു. അല്ലല്ല, പരിശുദ്ധ ആത്മാവ് യേശുവിലേക്ക് വന്നു, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയായിരുന്നു. Resurrection was made possible through the Holy Spirit. പരിശുദ്ധാത്മാവിനാലാണ് പുനരുദ്ധാനം പോലും സാധ്യമായി തീർന്നത്. And for those who are waiting for that blessed resurrection, that will be also made possible through the Holy Spirit. ഒരു പുനരുദ്ധാനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നമ്മളോട് ഓരോരുത്തരോട് കർത്താവ് എന്ന് പറയുകയാണ്, പരിശുദ്ധാത്മാവിലാണ് ഈ പുനരുദ്ധാനം സാധ്യമായി തീരുന്നത്. If the same power that raised up Jesus from the dead, if he's still there, he will give life to your mortal bodies and you will be a changed person. The Romans writers tells us like യേശു കർത്താവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മൺകൂടാരങ്ങളിലേക്ക് പകരപ്പെടും. അപ്പോഴാണ് നാം പുനരുദ്ധാനം പ്രാപിക്കുവാനായിട്ട് So we ഇടയാകുന്നത്. have a double resurrection, by the way. അതുകൊണ്ട് നമുക്ക് രണ്ട് പുനരുദ്ധാനം ഉണ്ടെന്ന് മനസ്സിലാക്കണം. Once we were dead in sin, but when the Spirit comes into us, this mortal body becomes gloriously filled with the Holy Spirit and enabled to do the will of the Father in this generation. ഒന്നാമതായി മരിച്ചവരായിരുന്നു നമ്മളെ, നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നു, ഈ മർത്യ ശരീരത്തിലേക്ക് വന്നു, നമ്മളെ ശക്തീകരിച്ച് ജീവിപ്പിക്കുവാനിടയായി. But one day, when Jesus comes, and if we are still in this city, we will be gloriously resurrected to be with Jesus forever. And that will be also through the Holy Spirit. എന്നാൽ രണ്ടാമതായി ഒരിക്കൽ കൂടി യേശു കർത്താവ് വാനമേഘങ്ങളിൽ വരുമ്പോൾ തന്നോടൊപ്പം നാം ജീവനോടെ ഈ പട്ടണത്തിൽ ഉണ്ടെങ്കിൽ തന്നോടൊപ്പം മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനിടയാകും. അതും സാധ്യമാകുന്നത് ഇതേ പരിശുദ്ധാത്മാവിനാണ്. My friends, I have a very, very good news to tell you. എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളോട് നല്ലൊരു വാർത്ത പറയുവാനായിട്ടുണ്ട്. Jesus is going to come back very soon. യേശു കർത്താവ് വേഗം മടങ്ങി വരാൻ പോവുകയാണ്. Jesus is coming back very soon. യേശു വേഗം മടങ്ങി വരാൻ പോവുകയാണ്. Jesus is coming back very soon. യേശു വേഗം മടങ്ങി വരാൻ പോവുകയാണ്. It's not that popular nowadays, I understand. ഈ ദിവസങ്ങളിൽ അത് വലിയ കീർത്തിയുള്ള ഒരു കാര്യമൊന്നുമല്ല. But the church, we better get excited about that. എന്നാൽ സഭയെ നമുക്ക് ഇതിൽ ആശ്ചര്യം തോന്നുവാനും സന്തോഷം തോന്നുവാനും ഇടയാകട്ടെ. In Hindi we have two words that I use and that I learned from my father. Yeshu zarur aayega, Yeshu jaldi aayega. അവിടെ ഇങ്ങനെ എൻ്റെ പിതാവ് ഹിന്ദിയിൽ പറയാറുണ്ട്, യേശു ജറൂർ ആയേഗ, യേശു ജൽദി ആയേഗ. ജൽദി ആയേഗ. യേശു വേഗം വരുന്നു, പെട്ടെന്ന് വരുന്നു. He will come and he will come very soon. യേശു തീർച്ചയായും വരും, അവൻ വേഗത്തിൽ മടങ്ങി വരും. Shout it to the top of your lungs. He will come. നിങ്ങൾ ഉച്ചത്തിൽ പറഞ്ഞാട്ടെ, And യേശു he will വരും, come very soon. അവൻ വേഗം മടങ്ങി One വരും. more time. He will come. യേശു മടങ്ങി വരും, He will come very soon. അവൻ വേഗം മടങ്ങി വരും. So from birth to resurrection, Jesus and Spirit are like two pedals of a cycle. ജനനം മുതൽ പുനരുദ്ധാനം വരെ യേശുവും പരിശുദ്ധാത്മാവും ഒരുമിച്ചാണ് ഒരു സൈക്കിളിന്റെ രണ്ട് പെഡല് പോലെ അവർ ഒരുമിച്ച് And that പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. has to be our own experience in our daily lives. നമ്മുടെ Jesus, വ്യക്തിപരമാകുന്ന if the Holy ജീവിതത്തിലും ഇത് Spirit was തന്നെ with ആയിരിക്കണം Jesus, സാധ്യമാകേണ്ടത്. it is not just on Sunday morning, it is just not on a Friday afternoon when we gather for prayer, on Monday morning, on Tuesday night, in the gym, in the park, at the office, by ourselves, with the crowds. We have to understand the Spirit is with us and we are gloriously saved. നാം എപ്പോഴും ഒരു കാര്യം തിരിച്ചറിയണം, ഞായറാഴ്ച കാലം ആരാധിക്കുമ്പോൾ മാത്രമല്ല, കൈയടിക്കുമ്പോൾ മാത്രമല്ല, ജിമ്മിലായിരിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും ജോലി സ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും പരിശുദ്ധാത്മാവിനാൽ മാത്രം നാം നയിക്കപ്പെടുവാനായിട്ട് ഇടയാകണം. How many are still excited about the Holy Spirit? എത്ര പേർക്ക് ഇപ്പോഴും പരിശുദ്ധാത്മാവിൽ സന്തോഷമുണ്ട്? How many think that they are learning something this morning? എത്ര പേർ ഇന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്? Shout aloud, hallelujah. ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ. Until you are convinced the Spirit is really hearing you. തീർച്ചയായും പരിശുദ്ധാത്മാവ് നിങ്ങളെ കേൾക്കുന്നുവെന്ന് ബോധ്യം വരുന്നത് വരെ ഒരു ഉച്ചത്തിൽ ഹല്ലേലൂയ. It is not the loudness but the depth that the sound comes from. Hallelujah. ആ ശബ്ദത്തിന്റെ മുഖരിതയിലല്ല, പകരം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഹല്ലേലൂയ പുറത്തു വരട്ടെ. And the day when we see Jesus, every tear is going to be wiped off our eyes. നാം യേശുവിനെ കാണുന്ന ആ ദിവസം എല്ലാ കണ്ണിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കപ്പെടുവാനിടയാകും. Every question mark is going to become an exclamation mark. എല്ലാ ചോദ്യ ചിഹ്നങ്ങളും ആശ്ചര്യത്തിന്റെ ചിഹ്നങ്ങളായി മാറുവാനിടയാകും. And we may not have the time to ask the questions because when we see Jesus,
we see Jesus, we'll be like, oh no, what was I thinking? And for millions of years, we'll be gazing at his face, and timeless eternity will be looking at his face and falling down and worshiping him. നാം യേശുവിനെ മുഖാമുഖമായി കാണുമ്പോൾ നമുക്ക് ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ സാധ്യമാകില്ല. കാരണം നാം അവനെ കാണുമ്പോൾ, അവൻ മുഖതാവിൽ കാണുമ്പോൾ നാം ആശ്ചര്യത്തോടെ നമ്മൾ വളരെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുവാൻ, നിത്യത മുഴുവനും അവന്റെ മുഖം കണ്ട് ആനന്ദിക്കുവാനായിട്ട് ഇടയായി തീരും. Hallelujah. Hallelujah. We talked about Trinity also yesterday. നമ്മൾ ഇന്നലെ തൃത്വത്തെ കുറിച്ചും സംസാരിക്കുവാനിടയായി. We coined a few words. Help me to understand. Help me to remember. നമ്മൾ കുറച്ച് പദങ്ങൾ ചിന്തിക്കുവാനിടയായി. എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം. God the Father, then പിതാവായ ദൈവം, then പുത്രനായ ദൈവം. it is not 1, 2 and 3, but it is all right. 1, 2, 3 എന്നുള്ള മുൻഗണന ക്രമത്തിലല്ല, പകരം 1, 1, 1. It is not Father number 1, then Jesus is under the Father and Holy Spirit is under Jesus, under Father. No, that is ഒരിക്കലും not the way. പിതാവായ ദൈവത്തിന്റെ കീഴിൽ യേശുവും യേശുവിന്റെ കീഴിൽ പരിശുദ്ധാത്മാവും, അങ്ങനെയല്ല ഒരിക്കലും ആ ക്രമം. But then we said there is total equality in the Trinity. നമ്മൾ ഇന്നലെ പറയുവാനായിട്ട് ഇടയായി തീർന്നു, ആ തൃത്വത്തിൽ പരസ്പര സമത്വമുണ്ട്. And we said there is amazing intimacy in the Trinity. അത് മാത്രമല്ല, ആ തൃത്വത്തിൽ അന്യോന്യം ആഴമേറിയ സ്നേഹബന്ധമുണ്ട്. Then we said there is deference. That means they are deferring glory to the other. They are not trying to attract and retain glory with one another. മൂന്നാമതായി നമ്മൾ ചിന്തിക്കാനായിട്ട് ഇടയായി, അവർ പരസ്പരം അങ്ങോട്ട് മഹത്വം നൽകുന്നവരാണ്, പരസ്പരം ഉയർത്തുന്നവരാണ്. And I kind of mentioned it, but I didn't articulate it. Was there is total obedience also in the Trinity? They obey one another. ഞാൻ ഒരു കാര്യം കൂടി പറയുവാനായിട്ട് ഇടയായി തീർന്നു, തൃത്വത്തിൽ അന്യോന്യം അവർ അനുസരണമുള്ളവരുമാണ്. And I said my prayer for the church, for the families and husbands and wives and sons and daughters and children and parents and children, we have to live in the shadow of this Trinity. എന്റെ പ്രാർത്ഥന ഇതാണ്, ആ തൃത്വത്തിന് അനുസരിച്ച്, ആ തൃത്വത്തിന്റെ നിഴലിൻ കീഴിൽ സഭയും നമ്മുടെ കുടുംബാംഗങ്ങളും പിതാവും മകളും മകനും മകളും ഭാര്യയും എല്ലാവരും ഒരുമിച്ച് ഇതേ തൃത്വത്തിന്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കുന്നവരായി തീരട്ടെ. Equality, പരസ്പര സമത്വമുള്ളവർ, intimacy, ആഴത്തിൽ ബന്ധം, സ്നേഹബന്ധമുള്ളവർ, and then deference, അതോടൊപ്പം തന്നെ മഹത്വം, അന്യോന്യം and then പ്രോത്സാഹിപ്പിക്കുന്നവരാവുക, total obedience. അനുസരണമുള്ളവരായി Not out തീരുക. of compulsion, but out of this trust and love. That is all. നിർബന്ധത്താലല്ല, പകരം ആശ്രയവും വിശ്വാസവും ഉള്ളതുകൊണ്ട്. So that's what good review. You will all get a coffee when you go back home. നിങ്ങൾ Okay? നന്നായിട്ട് പഠിച്ചിരിക്കുന്നതുകൊണ്ട് മടങ്ങി പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാപ്പി ലഭിക്കും. Hallelujah. Hallelujah. All right, for this morning, let's turn to Isaiah 11. And we're going to study for the next few minutes a fascinating study of the names of the Holy Spirit. യെശയ്യാ പ്രവാചന പുസ്തകം 11-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവിന്റെ നാമങ്ങളെ കുറിച്ച് നാം പഠിക്കാൻ പോകുകയാണ്. I want you to be richer this Sunday before Pentecost Sunday. I want you to be rich. ഈ പെന്തക്കോസ്റ്റ് ഞായറാഴ്ചയ്ക്ക് മുൻപ് നിങ്ങൾ വളരെയധികം അറിവുള്ളവരായി തീരണം, Rich ആകണം. നിങ്ങൾ വളരെ സമ്പന്നരായി തീരണം, ക്ഷമിക്കണം, എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ക്ഷമിക്കത്തില്ല, കുഴപ്പമില്ല, അത് അങ്ങോട്ട് വരുവാ ഞങ്ങള്. So we want you to be rich. നിങ്ങൾ സമ്പന്നരായി തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. Not just in pocket. നിങ്ങളുടെ പോക്കറ്റിൽ മാത്രമല്ല സമ്പന്നത. As you approach the Pentecost Sunday, you would have more understanding of the scriptures, more understanding of the person and the deity of the Holy Spirit, and more understanding of how he operates and loves to mingle and use us for his own glory. അങ്ങനെയായി തീർന്നാൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതൽ ആഴമേറിയ ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾക്ക് അവനെ കൂടുതലായി മനസ്സിലാക്കുവാനായി ദൈവം കൃപ നൽകുമാറാകട്ടെ. Isaiah 11 യെശയ്യാവ് 11-ാം അധ്യായം and verse 2. അതിന്റെ 2-ാമത്തെ വാക്യം And we'll read that together. നമ്മൾ ഒരുമിച്ച് ഇത് വായിക്കുന്നു. All right, and we'll move from there. Okay, Vaikam in English, ready, 1, 2 and 3. The Spirit of the Lord shall rest upon him, the Spirit of wisdom and understanding, the Spirit of counsel and might, the Spirit of knowledge and the fear of the Lord. Okay, these are the synonyms again for the Holy Spirit. ഇത് പരിശുദ്ധാത്മാവിന്റെ നാനാർത്ഥങ്ങളാണ്. Please understand, Isaiah is in the Old Testament. മനസ്സിലാക്കണം, യെശയ്യാ പ്രവചനം അത് പഴയ നിയമത്തിലാണ്. It's before Acts. അത് അപ്പോസ്തല പ്രവൃത്തിക്ക് മുന്നമേയാണ്. And it is before the full revelation of the Holy Spirit is manifested. This man of God, Isaiah, is getting how I call it, a definitely marvelous revelation about the Holy Spirit. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ലോകത്തിന് വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നതിന് മുന്നമേ തന്നെ ഈ യെശയ്യാ പ്രവാചകന് പരിശുദ്ധാത്മാവിനെ കുറിച്ചൊരു തിരിച്ചറിവ് ലഭിക്കുകയാണ്. So how many names of the Holy Spirit are there? Count and tell me. അവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എത്ര നാമങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? ഒന്ന് എണ്ണി നോക്കിയിട്ട് പറഞ്ഞു. Use your brains, use your eyes, use your mouth. Come on. നിങ്ങളുടെ കണ്ണുകളും നിങ്ങളുടെ ബ്രെയിനും നിങ്ങളുടെ വായുകളും നിങ്ങൾ ഉപയോഗിച്ചാട്ടെ. Come on. And if your Bible is not that holy
or if it is very holy, mark your Bibles, all right? നിങ്ങളുടെ ബൈബിള് വിശുദ്ധമാണെന്നാൽ അത് വളരെ വിശുദ്ധമല്ലെങ്കിൽ അതിൽ മാർക്ക് ചെയ്യാൻ കഴിയും Some നിങ്ങൾക്ക്. people's Bible are so clean, they have never been opened, you know. ചില വ്യക്തികളുടെ ബൈബിൾ അത് ഒരിക്കലും തുറന്നിട്ടില്ല, അത്രമേൽ All right, വൃത്തിയായിട്ടിരിക്കുകയാണ്. seven names. Number 1, 7 നാമങ്ങൾ അവിടെ കാണുന്നു. Spirit of the Lord. Number 2, കർത്താവിന്റെ ആത്മാവ്. number 3, number 4, number 5, number 6, number 7, fear of the Lord. These are, if we can dwell on each of these names, we will enjoy and be full of the Holy Spirit the whole day. I can promise you ഈ that. 7 നാമങ്ങളെ നമ്മളൊന്ന് ധ്യാനിക്കാൻ തുടങ്ങിയാൽ തീർച്ചയായും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മൾ ഈ ദിവസം മുഴുവൻ നിറയുവാൻ ഇടയാകും. I don't want to expound and open this, but I want to move further away from here. But I want to tell you these 7 names. If we can understand the 7 facets of the names of the Holy Spirit, you will have not just an understanding, you will have the might to preach the good news and to bring the glory to Jesus. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ഈ 7 നാമങ്ങളെ കുറിച്ചുള്ള ഒരു അറിവ് മാത്രമല്ല, പകരം കർത്താവിനെ കുറിച്ചൊരു തിരിച്ചറിവും ആ ശക്തിയും സുവിശേഷം പ്രസംഗിക്കുവാനുള്ള ഒരു വലിയ ബലവും പ്രാപിക്കുവാൻ The കഴിയും. Spirit of the Lord. കർത്താവിന്റെ ആത്മാവ്. This was again used in Isaiah 61, which was used by Jesus in his Nazareth manifesto. ഇതേ പദം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61 അധ്യായത്തിൽ കാണപ്പെടുന്നു. അത് തന്നെയാണ് യേശു കർത്താവ് തന്നെ നസറേത്ത് മാനിഫെസ്റ്റോയിൽ ഉപയോഗിച്ച ഭാഗവും. The spirit that proceeds from Yahweh, from Jehovah, the spirit that comes from of Jehovah. ആ യഹോവയായ ദൈവത്തിൽ നിന്ന് കടന്നു വരുന്ന ദൈവത്തിന്റെ ഒരു ആത്മാവ്. Not just that, this is the spirit of Sophia, of divine wisdom. Divine wisdom. ഈ ആത്മാവ് ആ സോഫിയ, അതായത് ദൈവികമാകുന്ന ജ്ഞാനത്തിന്റെ ആത്മാവാണ്. Sophia is the deposit of godly wisdom. സോഫിയ എന്ന പദത്തിന്റെ അർത്ഥം ഇതാണ്, ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ ഒരു നിക്ഷേപം. But Sophia itself is incomplete unless it is unleashed in the world. ഈ സോഫിയ എന്ന പദം അതിന് ശക്തി ഇല്ലാതിരിക്കുന്നത് അത് നൽകപ്പെടാതിരിക്കുമ്പോൾ, എന്നാൽ ലോകത്തിന് നൽകിയാൽ അത് ശക്തിമത്തായി തീരും. If you have Sophia about how to make an ice cream, but it is not released, it is no good. നിങ്ങൾക്ക് എങ്ങനെ ഒരു ഐസ്ക്രീം ഉണ്ടാക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ജ്ഞാനമുണ്ട്, എന്നാൽ അത് ഉപയോഗിച്ചില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. Some people are filled with Sophia, ചില ആളുകൾ ജ്ഞാനത്താൽ ഈ സോഫിയ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. but you need the spirit of understanding how to not just make the rocket, but how to launch the rocket also. ഈ ജ്ഞാനം നിങ്ങൾക്ക് ആവശ്യമാണ്. റോക്കറ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന്, എന്നാൽ ആ റോക്കറ്റ് എങ്ങനെ വിക്ഷേപിക്കണമെന്നുള്ള വിവേകവും കൂടി This is ആവശ്യമാണ്. the spirit of understanding. അതാണ് വിവേകത്തിന്റെ ആത്മാവ്. And this is still the Holy Spirit. ഇതും പരിശുദ്ധാത്മാവ് He തന്നെയാണ്. not only originates wisdom, ആ ജ്ഞാനം നൽകുന്നത്, ഉത്ഭവിപ്പിക്കുന്നത് മാത്രമല്ല but he പരിശുദ്ധാത്മാവ് also ചെയ്യുന്നത്. launches wisdom so that he can pass through the streets and through the hearts and through the hands of his people, the body of the ഈ Lord. ജ്ഞാനത്തെ അനേകരിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. അപ്പോൾ ജനത്തിന്റെ ജീവിതത്തിൽ കൂടി ഈ പരിശുദ്ധാത്മാവിന് Not just വെളിപ്പെടുവാൻ കഴിയും. that, he is also the spirit of counsel. അത് മാത്രമല്ല, ഉപദേശത്തിന്റെ ഒരു ആത്മാവ് കൂടിയാണ്. This is almost like correction. ഇത് ഒരു കറക്ഷൻ കൊടുക്കുന്നത് So പോലെ. Sophia began it. ഈ ജ്ഞാനം സോഫിയ ആരംഭിച്ചു. Understanding launched it. വിവേകത്തിൽ കൂടിയാണ് ഈ ജ്ഞാനം വെളിപ്പെടുന്നത്. But along the way, you need correction, you need counsel, you need help. You get lost. You're like, what to do next? എന്നാൽ പോകുന്ന വഴിയിൽ നിങ്ങളെ ഒന്ന് തിരുത്തേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ജ്ഞാനം ആവശ്യമാണ്, നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതായിട്ട് ആലോചന ആവശ്യമാണ്. എന്താ അടുത്തത് ചെയ്യേണ്ടത്, അതും ലഭ്യമായി തീരുകയാണ് I'm still പരിശുദ്ധാത്മാവിനാൽ. talking about the Holy Spirit this morning. ഞാൻ ഇപ്പോഴും So പരിശുദ്ധാത്മാവിനെ this Holy കുറിച്ചാണ് Spirit പറയുന്നത്. will guide you, counsel you. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കുവാനിടയാകും, ആലോചന പറഞ്ഞു We'll തരാനിടയാകും. come back to this word a few minutes later, but this is the same word that Jesus talked about. He will be your counselor. He will counsel you. He will help you. ഈ വചനത്തിലേക്ക് ഞാൻ പിന്നീട് മടങ്ങി വരാം. എന്നാൽ ഇത് തന്നെയാണ് യേശു കർത്താവ് പിന്നീട് പറയാനിടയായത്. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സകല കാര്യത്തെക്കുറിച്ചും ഉപദേശിച്ചു തരും, ആലോചന തരും. And it is not just wisdom and understanding and guidance. It is also the spirit of power. ഇത് ജ്ഞാനവും വിവേകവും ആലോചനയും മാത്രമല്ല, ബലത്തിന്റെ ആത്മാവ് കൂടിയാണ് This is the പരിശുദ്ധാത്മാവ്. manifestation of godly power released through ordinary human beings
when they are empowered through the Holy Spirit. സാധാരണക്കാരായ മനുഷ്യരിൽ കൂടി കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുന്നത് ബലമായി വെളിപ്പെടും, തന്റെ ശക്തി വെളിപ്പെടുവാനിടയാകും. We talked about creation yesterday. നമ്മൾ ഇന്നലെ സൃഷ്ടിയെ കുറിച്ച് സംസാരിക്കാനിടയായി. People need something to create something. ചില ആളുകൾക്ക് എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടെങ്കിലേ മറ്റൊന്ന് സൃഷ്ടിക്കാൻ കഴിയൂ. Carpenter needs wood to create table. ഒരു തച്ചനെ സംബന്ധിച്ച് തടി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മേശ ഉണ്ടാക്കാൻ But കഴിയൂ. for God and for the Holy Spirit, they don't need any raw material. They can create everything without nothing. എന്നാൽ യേശു കർത്താവിനെ സംബന്ധിച്ച്, പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് സൃഷ്ടിക്കുവാനായിട്ട് ഒരു പദാർത്ഥത്തിന്റെയും ആവശ്യമില്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടി നടത്തുവാൻ ദൈവത്തിന് കഴിയും. You can be sad one day, ഒരുപക്ഷെ നിങ്ങൾ ഒരു ദിവസം ദുഃഖത്തോടെ but ആയിരിക്കാം. suddenly when you are filled with the Holy Spirit, you can end up singing in the night and waking in the morning, and you can say, He gave me a song in the night. എന്നാൽ ആ രാത്രിയിൽ ദുഃഖത്തിന്റെ യാമത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് നിങ്ങൾക്കൊരു പാട്ടിന്റെ ഈരടികൾ തരാനായിട്ട് കഴിയും. രാവിലെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയും, എനിക്ക് കർത്താവ് പുതിയൊരു പാട്ടിന്റെ നാവിൽ തന്നു എന്ന്. You may not make sense of all of it, but you will end up saying, it was the presence of the sweet Holy Spirit in my നിങ്ങൾക്ക് life. ഒരുപക്ഷെ ഇതൊക്കെ എങ്ങനെ സംഭവമായെന്ന് അറിയില്ല, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ആ മൃദുവാകുന്ന സാന്നിധ്യമാണെന്ന് തിരിച്ചറിയുവാൻ കഴിയും. Everybody say power. എല്ലാവരും പറഞ്ഞാട്ടെ, ശക്തി. One more time, power. ഒരിക്കൽ കൂടി, ശക്തി, Wisdom. ജ്ഞാനം, Understanding, വിവേകം, counsel, ആലോചന, and the knowledge also. അതോടൊപ്പം തന്നെ അറിവും പകരുന്നു തരുകയാണ്. Spirit of knowledge. ആ അറിവിന്റെ ഒരു ആത്മാവ്. Again, that is a, how do you call it, a deviation from understanding. Sophia, understanding, knowledge are all related branches of the same tree. ഈ ജ്ഞാനവും വിവേകവും ഇതെല്ലാം ഒരേ വൃക്ഷത്തിന്റെ ശിഖരങ്ങൾ പോലെയാണ്, അതിന്റെ വേരുകൾ പോലെയാണ്. I'll give you another class work. ഞാൻ മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പഠിപ്പിക്കാം. Imagine you met a person who has never seen or tasted honey. തേൻ ഇന്ന് വരെ രുചിച്ചിട്ടില്ലാത്ത ഒരാളെ നിങ്ങൾ കണ്ടുമുട്ടുകയാണ്. ആ വ്യക്തി തേൻ കണ്ടിട്ടില്ല, രുചിച്ചിട്ടില്ല. Turn to your neighbor and explain. That is that person. Now explain. How will you explain honey to him? നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളോട് നിങ്ങൾ എങ്ങനെയാണ് തേനിനെ കുറിച്ച് ഒന്ന് വിവരിച്ചു കൊടുക്കുന്നത്? Try ചെയ്ത് നോക്കട്ടെ, ഒന്ന് ട്രൈ ചെയ്യൂ. Obedient students ആണെന്ന് നോക്കട്ടെ. Let me see whether you are obedient students or not. Praise the Lord. Hallelujah പറയല്ലേ. Don't say praise the Lord or That hallelujah. gentleman has never seen honey. ആ വ്യക്തി ഇന്ന് വരെ തേൻ കണ്ടിട്ടില്ല. പറ. നല്ല മധുരമുള്ള സാധനമാണ് സാറേ. ആണോ? മധുരം എങ്ങനെയാ? മീൻസ് ഷുഗർ ആണ്. ഷുഗറിന്റെ കൂട്ടൊക്കെ ഇരിക്കും. ഇപ്പൊ വൈറ്റ് ആണോ? എന്തോ വൈറ്റ് അല്ല, ഒരു മഞ്ഞ നിറം, ഒരു ഏതാണ്ട് പഴം പോലെ. പഴം പോലെ അല്ല, അത് ഇങ്ങനെ ദ്രാവകമാണ്, ലിക്വിഡാണ്. ഒഴിച്ചെങ്ങനെ ഗ്ലാസ്സിലോട്ട് വരുമോ? ഒഴിച്ചാൽ വരും, പക്ഷേ വെള്ളം പോലെ വരത്തില്ല. ഇപ്പൊ വെള്ളം എന്ന് പറഞ്ഞാൽ പതുക്കെ വളരെ സ്ലോലി. ഇച്ചിരി കട്ടിയുണ്ട്. ഒരു പാത്രം ഉണ്ടെങ്കിൽ അത് ജ്യൂസ് പോലാണോ? കട്ടിയാണെങ്കിൽ ജ്യൂസ് പോലെ. ഷാർജ പോലെയാണോ? ഷാർജയുടെ അത്രയില്ല, ഒരു ഇച്ചിരി ട്രാൻസ്പെറന്റ് പോലെ. മസ്കറ്റ് ആയിരിക്കും ഇല്ലേ? What I did was I helped you to understand when you are explaining something to somebody who does not understand, does not have a handle, you need a 92 words and still that fellow will not understand. നിങ്ങൾക്ക് അറിവില്ലാത്ത ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ എത്ര വാക്കുകൾ ഉപയോഗിച്ചാലും ആ വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ കഴിയില്ല. You still cannot tell him the texture, the stickiness, the thickness, the beauty, the wonder of honey. That fellow will say, oh, is it? Yeah. ആ വ്യക്തിക്ക് നിങ്ങൾ എങ്ങനെയൊക്കെ വിവരിച്ചു കൊടുക്കാൻ ശ്രമിച്ചാലും അതിന് കട്ടിയുണ്ടോ, അതിന് പശപ്പുണ്ടോ, എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും ആ വ്യക്തിക്ക് മനസ്സിലാവില്ല. The prophet is trying to describe the Holy Spirit through these words. ഈ പ്രവാചകനും അത് തന്നെയാണ് ശ്രമിക്കുന്നത്, തന്റെ വാക്കുകൾ കൊണ്ട് പരിശുദ്ധാത്മാവിനെ വിവരിക്കാൻ ശ്രമിക്കുക. As much as we can understand, he is trying to relay what he's seeing in the heavenly realm. താൻ സ്വർഗീയ തലങ്ങളിൽ കാണുന്ന പരിശുദ്ധാത്മാവിനെ ഒന്ന് വിവരിക്കാൻ കഴിയുന്നിടത്തോളം ശ്രമിക്കുകയാണ്. This was the same that Apostle John did. 10 horns. ഇത് തന്നെയാണ് അപ്പോസ്തലനായ യോഹന്നാനും ശ്രമിച്ചത്, ഒന്ന് വിവരിക്കാൻ ശ്രമിച്ചത്. 10 കൊമ്പുകൾ എന്നൊക്കെ പലതും താൻ കണ്ടത് വിവരിക്കാൻ ശ്രമിക്കുകയാണ്. Many books are still being written about that, but the truth is John was trying to tell something that he saw which was beyond words. എന്നാൽ വാക്കുകൾക്ക് അതീതമായി താൻ കണ്ട ഒരു ദർശനത്തെ ഒന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ യോഹന്നാൻ ആവോളം ശ്രമിക്കുകയാണ്. And that is why we use phrases like fire, dove, wind, power, oil, just to describe who Holy Spirit is. But the truth is, these are only facets for us to understand. Until somebody takes a dip
in honey and puts it on our tongue, we'll go, oh my goodness, that is honey I never knew. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് വിവരിക്കാൻ തീയെന്നും പ്രാവെന്നും വെളിച്ചമെന്നും പല പദങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ നാം കാണുന്നത് വരെ ആ തേനിൽ ഒരാൾ കരം മുക്കി അത് നാവിൽ തൊടുന്നത് വരെ തേനിനെ തിരിച്ചറിയാത്തതുപോലെ നമുക്കും വീണ്ടും വീണ്ടും മനസ്സിലായിട്ടില്ല. That is why before this Pentecost Sunday, I invite you to experience and taste the Holy Spirit like never before. അതുകൊണ്ടാണ് ഈ പെന്തക്കോസ്റ്റ് ഞായറാഴ്ചയ്ക്ക് മുൻപ് ഞാൻ നിങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ്. കടന്നു വന്ന പരിശുദ്ധാത്മാവിനെ രുചിച്ചറിഞ്ഞാട്ടെ. It is not the private limited company of any Pentecostal church. ഇത് ഒരു പെന്തക്കോസ്റ്റൽ ചർച്ചിന്റെയും അവരുടെ രഹസ്യ സ്വത്തല്ല. It belongs to the church, the body of Christ. ഇത് ക്രിസ്തുവിന്റെ സഭയാകുന്ന ശരീരത്തിന് കർത്താവ് നൽകിയ ദാനമാണ്. And if you think you have known the Holy Spirit, I want to surprise you by saying you don't know anything about the Spirit. He still has something glorious to reveal to you in the നിങ്ങൾക്ക് ഒരുപക്ഷെ പരിശുദ്ധാത്മാവിനെ എപ്പോഴേ നന്നായി അറിയാമെന്ന് ചിന്തിക്കുന്ന ആളാണെന്ന് ഞാൻ പറയട്ടെ, നിങ്ങൾ ഇതുവരെ വേണ്ടുവണ്ണം പരിശുദ്ധാത്മാവിനെ അറിഞ്ഞിട്ടില്ല. We have not even talked about tongues. That will come in the last chapter if we are able to reach there. നമ്മൾ അന്യഭാഷയെ കുറിച്ച് സംസാരിച്ചിട്ട് പോലുമില്ല. ഒരുപക്ഷെ അത് അവസാനത്തെ ചാപ്റ്ററിലായിരിക്കും വരുന്നത്. But we believe in the Holy Spirit. എന്നാൽ നാം പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. Hallelujah. Hallelujah. So with faith proclaim these 7 names right now. അതുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് ഈ 7 പദങ്ങളും ഈ നാമങ്ങളും നമുക്ക് പറയാം. Okay, go ahead. Number 1, go ahead. ഒന്നാമതായി യഹോവയുടെ ആത്മാവ്. Number 2, ജ്ഞാനത്തിന്റെ ആത്മാവ്. Number 3, വിവേകത്തിന്റെ ആത്മാവ്. Number 4, ആലോചനയുടെ ആത്മാവ്. Number 5, ബലത്തിന്റെ ആത്മാവ്. Number 6, പരിജ്ഞാനത്തിന്റെ ആത്മാവ്. Number 7, യഹോവ ഭക്തിയുടെ ആത്മാവ്. one more time, because we need this. We need all these 7 facets. Say that once again. One more ഒരിക്കൽ കൂടി time. നമുക്ക് ഇത് പറയാം. യഹോവയുടെ ആത്മാവ്, ജ്ഞാനത്തിന്റെ ആത്മാവ്, വിവേകത്തിന്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ബലത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്, യഹോവ ഭക്തിയുടെ ആത്മാവ്. ഹല്ലേലൂയ. This is Old Testament revelation. ഇത് പഴയ നിയമത്തിലെ വെളിപ്പാടാണെന്ന് മനസ്സിലാക്കണം. Now we'll take a flight and go straight to the New Testament. ഇപ്പോൾ നമുക്കൊരു ഫ്ലൈറ്റ് എടുത്ത് വേഗത്തിൽ പുതിയ നിയമത്തിലേക്ക് പോകാം. And I'll put up on the screen for you some of these names that are also there. So we'll just read them and go. All right, ready? ഞാൻ സ്ക്രീനിൽ ചില നാമങ്ങൾ ഇടാം. നമ്മൾ ഒരുമിച്ച് അത് വായിക്കാനായിട്ട് പോവുകയാണ്. This is just a small list. ഇത് ചെറിയൊരു ലിസ്റ്റ് മാത്രമാണ്. But we will at least try to pronounce them from our earthly tongues. നമ്മുടെ നാവ് കൊണ്ട് അതൊന്ന് പറയാനെങ്കിലും നമുക്ക് ശ്രമിക്കാം. Yeah, good. Quick. All right. So we read that. The next slide, please. Thank you. Okay. So how we want to say this is in Philippians 1:19, the Holy Spirit is called the Spirit of Jesus. ഫിലിപ്പിയ ലേഖനം 1:19 നമ്മൾ കാണുന്നുണ്ട് യേശുവിന്റെ ആത്മാവെന്ന് പരിശുദ്ധാത്മാവിനെ In പരാമർശിച്ചിരിക്കുകയാണ്. Galatians 4:6, the Holy Spirit is called the Spirit of His Son. ഗലാത്യർ 4:6 പറയുന്നു തന്റെ പുത്രന്റെ സ്വപുത്രന്റെ ആത്മാവെന്നോടെ പറയുന്നു. In Romans 8:9, the Holy Spirit is called the Spirit of Christ. റോമർ 8:9 പറയുന്നു ക്രിസ്തുവിന്റെ ആത്മാവെന്ന് പരിശുദ്ധാത്മാവിനെ So പറയുകയാണ്. read this together. In നിങ്ങളത് the way ഒരുമിച്ച് that I വായിച്ചാട്ടെ, taught you. ഒരുമിച്ച് വായിച്ചാട്ടെ. 1, 2 and 3 loudly. Come on. In Philippians 1:19, the Holy Spirit is called what? The Spirit of Jesus Christ. Next, in Galatians 4:6, the Holy Spirit is called the Spirit of His Son. In Romans 8:9, the Holy Spirit is called the Spirit of Christ. Next slide. Go ahead. Yes. In Luke 11:13, the Holy Spirit is called the Holy Spirit. In Romans 8:9, the Holy Spirit is called the Spirit of God. In 2 Corinthians 3:3, the Holy Spirit is called the Spirit of the living God. Next. The Holy Spirit is called the Spirit of holiness. Next. In John 14:17, the Holy Spirit is called the Spirit of truth. In Romans 8:2, the Holy Spirit is called the Spirit of life. Thank you. In 1 Peter 4:14, the Holy Spirit is called the Spirit of glory. In Hebrews 10:29, the Holy Spirit is called the Spirit of grace. Again, in Hebrews 9:14, the Holy Spirit is called the eternal Spirit. In Ephesians 1:13, the Holy Spirit is called the Holy Spirit of promise. In John 14:16, the Holy Spirit is called the Helper. Clap your hands for yourself, all right? നമ്മുടെ കരങ്ങളടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ടി കൈയടിച്ചാട്ടെ. Now, this is not the exhaustive list of the names of the Holy Spirit. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള മുഴുവൻ നാമങ്ങൾ ഞാനിവിടെ പറഞ്ഞിട്ടില്ല.
But if you can just take the names, these different names, you will enjoy the presence of the Holy Spirit. ഈ ഓരോ നാമങ്ങളും നിങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞാൽ ആ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ You will കഴിയും. begin to understand who the Holy Spirit is. പരിശുദ്ധാത്മാവ് ആരാണെന്ന് നന്നായി മനസ്സിലാക്കാൻ കഴിയും. Now, what is the last prayer that we are all excited to hear in church? സഭയിൽ നമുക്ക് എല്ലാവർക്കും അവസാനം കേൾക്കാൻ താല്പര്യമുള്ള പ്രാർത്ഥന എന്താ? ഒന്ന് ഓർത്ത് പറയാൻ കഴിയുമോ? Love of the Father, the Spirit, company Of the Holy Spirit be with you now and forever. Amen. Amen. മൂന്നാമത്തെ ലൈൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ ബാഗ് നമ്മുടെ തോളിൽ വന്ന കഴിഞ്ഞു. By the time the third line is repeated, our bag will be on our shoulders. The pastor, the worship team, everybody is ready to go. Now it is the Pastor and worship leader എല്ലാവരും പോകാൻ തയ്യാറാവും. There is a special moha prasadam. The wonderful torture is over. But the truth is, I've realized that the most powerful prayer in a service is the benediction. ഞാൻ എന്നാൽ തിരിച്ചറിഞ്ഞ വലിയൊരു സത്യം ഇതാണ്, ഏറ്റവും ശക്തിമത്തായ ആരാധനയിലെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ ആശീർവാദമാണ്. When the servant of God pronounces, may the love of the Father be upon you. ആ പിതാവായ ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ മേൽ വരട്ടെ എന്ന് പറയുമ്പോൾ, And when he says, may the grace of the Lord be upon you, യേശു കർത്താവിന്റെ കൃപ നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ, you have to understand these two terms. We'll study later on, but these are two terms that will open up the scriptures and the heavens for you. The love of the Father and the grace of the Lord Jesus ഈ Christ. രണ്ട് പദങ്ങൾ നമ്മൾ പിന്നീട് പഠിക്കാം. എന്നാൽ ഇത് തിരിച്ചറിയുക, ആ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആ പുത്രനായ യേശു കർത്താവിന്റെ കൃപയും അത് നമുക്ക് വേണ്ടി സ്വർഗ്ഗത്തെ പോലും Now തുറക്കുവാനിടയാകും. the church is so scared of grace, they're not even touching grace. ഇപ്പോൾ സഭയ്ക്ക് ആ കൃപ എന്നുള്ള വാക്ക് ഗ്രേസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാ, അത് തൊടാൻ എല്ലാവരും മടിക്കുകയാ. Why are you afraid when the Bible talks about grace? It talks about grace. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഗ്രേസ് എന്ന് കേൾക്കുമ്പോൾ ഭയം തോന്നുന്നത്? ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. And you're actually pronouncing the grace of the Lord Jesus Christ. യേശു കർത്താവിന്റെ കൃപ നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് But പറയുകയാണ്. there is one more line. എന്നാൽ മറ്റൊരു പദവും കൂടിയുണ്ട്, The fellowship of the Holy Spirit. ആ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും. And we'll expose it right now. We'll exegete it and open up what we mean by the fellowship of the Holy ആ Spirit. പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നമ്മളത് പഠിക്കാൻ പോകുകയാണ്. And my prayer is after today, whenever the benediction is pronounced, what I've learned is I want to be standing and receiving that like never before. I want to grab those three lines and say, yes, that's mine. I want to live in the fellowship of the Holy Spirit. അതുകൊണ്ട് ഇന്നു മുതൽ എന്റെ പ്രാർത്ഥന ഇതാണ്, നിങ്ങൾ എപ്പോഴൊക്കെ ആശീർവാദത്തിന്റെ പദങ്ങൾ കേൾക്കുമ്പോൾ രണ്ട് കരവും നീട്ടി അത് സ്വീകരിപ്പാനായിട്ട് ഇടയാകുമാറാകട്ടെ. You should wait for the benediction to be pronounced. ആ ആശീർവാദം നിങ്ങളുടെ മേൽ വർഷിക്കപ്പെടുവാനായി നിങ്ങൾ കാത്തിരിക്കുവാൻ. It is like gold coins being thrown from the pulpit over you, and you better grab them because you will need them during the week. ഈ പുൽപിറ്റിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ നിങ്ങളുടെ മേൽ വാരി വിതറപ്പെടുന്നത് പോലെ ഈ ആഴ്ചയിൽ ഉടനീളം നിങ്ങൾക്ക് അനിവാര്യമായ ആശീർവാദങ്ങളാണത്. Fellowship of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. What do I mean by that? എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? Number one, ഒന്നാമതായി, when we read our Bibles, we need the Holy Spirit. നാം ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ അനിവാര്യമാണ്. The Holy Spirit is the author of the Bible. പരിശുദ്ധാത്മാവാണ് ഇതിന്റെ രചയിതാവ്. 2 Timothy 3:16 says, every scripture was God breathed. 2 തിമോഥെയോസ് 3:16 ഇങ്ങനെ പറയുന്നത്, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. That breath is the Urdu or the Hebrew word ruah. എബ്രായ പദത്തിൽ അത് റുവാ എന്നൊരു പദമാണ് In ഉപയോഗിച്ചിരിക്കുന്നത്. Urdu we also say ruh. ആ ഉറുദുവിൽ പറയുന്നത് റൂ എന്നും പറയാറുണ്ട്. Khuda ki ruh. ആ ദൈവത്തിന്റെ ആ ശ്വാസം. That means it was not breath, it was the Spirit that wrote the Bible that we have right ആ now. ദൈവത്തിന്റെ ശ്വാസം മാത്രമല്ല, ദൈവത്തിന്റെ ആത്മാവാണ് ആ വചനത്തെ എഴുതിയിരിക്കുന്നത്. How great it would be if we can go straight to the teacher to teach us the Bible rather than going here and there. The teacher is willing to teach you the Bible. ആ ബൈബിൾ എഴുതിയ രചയിതാവായ അധ്യാപകന്റെ അടുക്കൽ പോയി പഠിക്കുന്നത് എത്ര ശ്രേഷ്ഠമാണ്. നാം അവിടെയും ഇവിടെയും ഓടി നടക്കുന്നതിനെക്കാട്ടിലും ശ്രേഷ്ഠമാണ്. Oh, he is not worried when you say, Daddy, when I read the newspaper, I am not even sleepy. But when I open the Bible, I start with 3 quarter.
കർത്താവേ, ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ എനിക്ക് ഓരോ ഉറക്കവും വരുന്നത്. എന്നാൽ ബൈബിളിലെ 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് ആ സമയത്ത് തന്നെ കോട്ട് വേടാൻ തുടങ്ങും. What is it? I don't know, Lord. എന്താ കർത്താവെ സംഭവിക്കുന്നത് എനിക്ക് അറിയില്ല. The Spirit is not offended. He will help you to അത് കേൾക്കുമ്പോൾ ആത്മാവിന് ഒരിക്കലും പ്രയാസം തോന്നില്ല. not just, തീർച്ചയായും പരിശുദ്ധമാവും നിങ്ങളെ not just സഹായിക്കും. read the Bible but enjoy the Bible. The Holy Spirit will help you. ബൈബിൾ വായിക്കുവാനല്ല, പകരം അത് ആസ്വദിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. If these letters are like black letters or like buffaloes and you cannot understand this, you need the fellowship of the Holy Spirit. ഈ തിരുവചനങ്ങൾ നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ തീർച്ചയായും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹായം നിങ്ങൾക്ക് ആവശ്യമാണ്. John 14:26 says, but the helper, when he comes to you, he will teach you the things that യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ആ സഹായകൻ വരുമ്പോൾ അവൻ നിങ്ങളെ പഠിപ്പിക്കുവാനിടയാകും. It says in 1 Corinthians 2:10, when the Spirit comes, he will unveil, unmask. 1 കൊരിന്ത്യർ 2:16 ഇങ്ങനെ പറയുന്നുണ്ട്, ആ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ സകലം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ, തുറന്നു തരുവാൻ ഇടയാകും. What you don't understand in the Bible, you need the Holy Spirit. നിങ്ങൾക്ക് എപ്പോൾ ബൈബിൾ മനസ്സിലാകുന്നില്ലെങ്കിലും പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യമാണ്. If you are not interested to read the Bible, ബൈബിൾ വായിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലോ you need the Holy Spirit. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ If you ആവശ്യമാണ്. are reading but not enjoying, you need the Holy Spirit. നിങ്ങൾ വായിക്കുന്നുണ്ട് പക്ഷേ ആസ്വദിക്കുന്നില്ലെങ്കിലും പരിശുദ്ധാത്മാവിന്റെ സഹായം You are ആവശ്യമാണ്. enjoying but you cannot enjoy enough, you still need the Holy Spirit. നിങ്ങൾ ആസ്വദിക്കുന്നുണ്ട്, എന്നാൽ വേണ്ടവണ്ണം ആസ്വദിക്കാൻ കഴിയുന്നില്ലെങ്കിലും പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യമാണ്. You are going straight to the author. Rather, the author is coming to your home to teach you personally. നിങ്ങൾ ആ രചയിതാവിന്റെ അടുക്കിലേക്ക് പോകുകയാണ്. വാസ്തവത്തിൽ ആ രചയിതാവ് നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ് സഹായിക്കുവാൻ. It's personal private tuition at home. ആ വ്യക്തിപരമായി നിങ്ങൾക്ക് വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ട ട്യൂഷനാണ്. വീട്ടിലിരുന്ന് പഠിക്കാൻ കഴിയും. The teacher is available, but the student has to make a request and say, Spirit, come and teach me your word. ആ അധ്യാപകൻ തയ്യാറാണ്, എന്നാൽ വിദ്യാർത്ഥിയായ നാം ഇങ്ങനൊരു അഭ്യർത്ഥന നടത്തണം, പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് സഹായിക്കണമേ. How many want to pray this prayer? എത്ര പേർക്ക് ഇങ്ങനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്? Oh, teach me your word. എന്നെ കർത്താവേ അങ്ങയുടെ വചനം പഠിപ്പിക്കണം Old പരിശുദ്ധാത്മാവേ. Testament, New Testament. പഴയ നിയമവും പുതിയ നിയമവും The പഠിപ്പിക്കണമേ. Psalms, the Revelation. ആ സങ്കീർത്തനങ്ങളും വെളിപ്പാടും പഠിപ്പിക്കണമേ. Lamentations and Isaiah. കർത്താവേ വിലാപങ്ങളും യെശയ്യാവും The പഠിപ്പിക്കണമേ. book of Jude and Hebrews. Oh കർത്താവേ God. യൂദയുടെ ലേഖനവും എബ്രായ ലേഖനവും എന്നെ പഠിപ്പിക്കണമേ. Help me to read the Bible cover to cover. കർത്താവേ ഞാൻ ഉടനീളം വചനം വായിക്കാൻ എന്നെ സഹായിക്കണമേ. Before this year ends, I want to finish reading at least once the whole Bible. കർത്താവ് ഈ ഒരു വർഷം തീരുന്നതിന് മുന്നേ ഒരു പ്രാവശ്യമെങ്കിലും ബൈബിൾ മുഴുവനായി വായിച്ചു തീർക്കുവാൻ എന്നെ സഹായിക്കണമേ. Lord, I've tried it many times, I failed. Now I need your help. Holy Spirit, help me കർത്താവേ to do ഞാൻ that. പല പ്രാവശ്യം പരിശ്രമിച്ചു, പരാജയപ്പെട്ടു. എന്നാൽ ഇന്ന് എനിക്ക് അങ്ങയുടെ സഹായം ആവശ്യമാണ് പരിശുദ്ധാത്മാവേ. Invite the Holy Spirit. പരിശുദ്ധാത്മാവിനെ ഒന്ന് സ്വാഗതം Invite the Holy ചെയ്യാമോ? Spirit. പരിശുദ്ധാത്മാവിനെ ഒന്ന് സ്വാഗതം Invite the ചെയ്യാമോ? Holy Spirit. പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്യാമോ? I told you yesterday, you want to be a prophet. It's no good if you don't know the book of the prophet. ഞാൻ ഇന്നലെ നിങ്ങളോട് പറയുവാനായിട്ടിടയായ ഒരു പ്രവാചകനാകാൻ താല്പര്യമുണ്ടെങ്കിൽ ആ പ്രവാചകൻ ഈ പുസ്തകം അറിഞ്ഞിരിക്കണം. If you are a worshipper, നിങ്ങളൊരു ആരാധകനാണെങ്കിൽ don't use psychology to excite us. നിങ്ങൾ സൈക്കോളജി ഉപയോഗിക്കരുത്. Use the scripture to excite us. പകരം നമുക്ക് ആശ്ചര്യവും സന്തോഷവും പകരുവാൻ വചനം ഉപയോഗിക്കുക. If you are a prayer leader, നിങ്ങളൊരു പ്രാർത്ഥനാ പോരാളിയാണെങ്കിൽ don't make us emotional. Give us scripture and we'll pray like never before. ആ വികാരങ്ങളെ ഉണർത്തുകയല്ല, പകരം ഇതുവരെ പ്രാർത്ഥിക്കാത്ത ഒരളവിൽ പ്രാർത്ഥിക്കുവാൻ വചനത്തെ ഉപയോഗിക്കുക. So what am I saying? You need the Holy Spirit to enjoy the Bible. ഞാൻ എന്താ പറയുന്നത്, നിങ്ങൾക്ക് ബൈബിൾ ആസ്വദിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ ആവശ്യമാണ്. All right, say amen to this. ഇതിന് ആമേൻ പറയാമോ? Number 2, രണ്ടാമതായി, what is the fellowship of the Holy Spirit? എന്താണ് പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ? You need the Holy Spirit to pray. നിങ്ങൾക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ പോലും പരിശുദ്ധാത്മാവിനെ ആവശ്യമാണ്. There was a time in my life I used to pray very long. ഞാൻ വളരെ നീണ്ട പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്ന സമയം എന്റെ ജീവിതത്തിൽ And ഉണ്ടായിരുന്നു. that length was about 3 minutes. ആ നീണ്ട പ്രാർത്ഥന എന്ന് പറയുന്നത് 3 മിനിറ്റ് ആയിരുന്നു. But one day I was filled with the Holy Spirit. എന്നാൽ ഒരു ദിവസം ഞാൻ പരിശുദ്ധാത്മാവിനാൽ And നിറയപ്പെടുവാനായിട്ട് I stopped counting how many minutes I prayer. ഞാൻ എത്ര മിനിറ്റാണ് പ്രാർത്ഥിക്കുന്നത് ഞാൻ എണ്ണുവാൻ I തുടങ്ങി. enjoyed praying. ഞാൻ പ്രാർത്ഥിക്കുന്നത് വളരെ ആസ്വദിക്കുവാൻ തുടങ്ങി. Prayer became an obsession. പ്രാർത്ഥന എന്നെ പിടിച്ചെടുക്കുവാനിടയായി. Why? എന്തുകൊണ്ട്? Because it was being led by the Holy Spirit. കാരണം പരിശുദ്ധാത്മാവാണ് എന്റെ പ്രാർത്ഥനയെ നയിച്ചത്. If you pray in the flesh, you will get tired. നിങ്ങൾ ജഡത്തിൽ പ്രാർത്ഥിച്ചാൽ ക്ഷീണിച്ചു പോകും. If you pray because people are asking you,
you to pray, you will get bored. മറ്റുള്ളവർ പറഞ്ഞിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കുവാൻ But ഇടയാകും. if there is an inspiration in your spirit through the Holy Spirit, you will end up praying like never before. എന്നാൽ നിങ്ങളുടെ ആത്മാവിനകത്ത് പരിശുദ്ധാത്മ പ്രേരിതമായി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇതുവരെ പ്രാർത്ഥിക്കാത്ത അളവിൽ പ്രാർത്ഥിക്കാൻ I കഴിയും. used to look down on people who used to pray a lot. ഒത്തിരി നേരം പ്രാർത്ഥിക്കുന്ന ആളുകളെ ഞാൻ വില കുറച്ച് I കാണുമായിരുന്നു. was to think they don't have any other business. ഇവർക്ക് വേറെ ഒരു പണിയുമില്ലേ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. They're just bobbing their head and shaking അവരിങ്ങനെ their body. തലയൊക്കെ കുലുക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. Until I ended up doing the same. എന്നാൽ ഞാൻ അങ്ങനെ ആയിത്തീരുന്നത് വരെ. But I'm still discovering why should my body shake when I'm praying. I'm doing a thesis on that. You can help me. ഞാൻ ഇപ്പോഴും തീസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ശരീരം കുലുങ്ങുന്നത് പ്രാർത്ഥിക്കുമ്പോൾ? നിങ്ങൾക്ക് എന്നെ സഹായിക്കാം. I just sit quiet and pray. ഞാൻ ശാന്തമായിട്ടിരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. If you find the answer, you text me, please. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉത്തരം കിട്ടുവാണെങ്കിൽ എന്നോട് പറഞ്ഞു തരണം. Romans 8:26. Likewise, the Spirit helps us in our weakness, for we do not know what to pray as we ought to pray. റോമർ 8:26 പറയുന്നു, വേണ്ടുവണ്ണം പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയായികയാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയിൽ നമുക്ക് തുണ നിൽക്കുന്നുവെന്ന്. He intercedes for us and he intercedes through us. നമ്മളിൽ കൂടിയും നമുക്ക് വേണ്ടിയും പരിശുദ്ധാത്മാവ് പക്ഷപാതം He ചെയ്തുകൊണ്ടിരിക്കുകയാണ്. intercedes for us. അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. You have a double engine ka sarkar. നിങ്ങൾക്ക് 2 എഞ്ചിനുള്ള ഒന്നാണോ ലഭിച്ചിരിക്കുന്നത്? Jesus is praying for you, യേശു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. but the Spirit is also praying for you. അതോടൊപ്പം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി So if പ്രാർത്ഥിക്കുന്നു. nobody is praying for you, don't worry, you have a double engine with you right നിങ്ങളെ now. കുറിച്ച് ആരും ഓർത്ത് പ്രാർത്ഥിക്കുന്നതിൽ ഭാരപ്പെടേണ്ട 2 പേർ നിങ്ങൾക്ക് വേണ്ടി നിശ്ചയമായും പ്രാർത്ഥിക്കുന്നുണ്ട്. You don't have to tell somebody, please pray for me. അയ്യോ എനിക്ക് Jesus വേണ്ടി is praying, പ്രാർത്ഥിക്കണമെന്ന് ആരോടും പറയേണ്ട ആവശ്യമില്ല. യേശു Spirit is പ്രാർത്ഥിക്കുന്നുണ്ട്. praying. ആ ആത്മാവ് പ്രാർത്ഥിക്കുന്നുണ്ട്. and we shall overcome. നാം തീർച്ചയായും ഇതിനെയൊക്കെ We shall be ജയിക്കുവാനിടയാകും. victorious. നാം വിജയാളികളായി We തീരും. shall be powerful. നാം ശക്തിമത്തായി We തീരും. shall prevail. നാം മുന്നേറുവാനിടയാകും. We shall be above and not under. നാം കീഴെയല്ല മുകളിലാകുവാനിടയാകും. Because Jesus is praying. കാരണം യേശു നമുക്ക് വേണ്ടി The പ്രാർത്ഥിക്കുന്നുണ്ട്. Spirit is praying. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി And we are പ്രാർത്ഥിക്കുന്നുണ്ട്. also praying. നമ്മളും പ്രാർത്ഥിക്കുന്നുണ്ട്. Ephesians 6:18, I put it on the screen. Praying at all times in the Spirit. ആത്മാവിൽ ഏത് നിമിഷവും പ്രാർത്ഥിക്കുവിൻ എന്ന് എഫേസ്യർ 6:18 With പറയുന്നു. all kinds of prayer. എല്ലാവിധ പ്രാർത്ഥനകളാലും പ്രാർത്ഥിക്കുവിൻ. To that end, keep yourself alert. അതേ ഒരളവ് പ്രാപിക്കുന്നത് വരെ നിങ്ങൾ ഉണർന്നിരിപ്പിൻ. And persevere so that you will pray at all times. നിങ്ങൾ സഹിഷ്ണുതയോടെ ആയിരിപ്പിൻ. എപ്പോഴും പ്രാർത്ഥിക്കുവാൻ And തക്കവണ്ണം. Paul reminds the Ephesian church and praying for all the saints all the time. പൗലോസ് എഫേസ്യ സഭയോട് പറയുകയാണ്, ഇപ്പോഴും വിശുദ്ധന്മാരെ സകല വിശുദ്ധന്മാരെയും കുറിച്ച് പ്രാർത്ഥിക്കുവിൻ. Over COVID, the Lord gave me the grace to do on YouTube verse by verse of the Acts of the Apostles and other epistles. കോവിഡിന്റെ സമയത്ത് കർത്താവ് എനിക്ക് പ്രത്യേക കൃപ നൽകുവാനായിട്ട് ഇടയായിത്തീർന്ന അപ്പോസ്തല പ്രവൃത്തികൾ വാക്യപ്രതിവാക്യമായിട്ടും അതോടൊപ്പം മറ്റ് ലേഖനങ്ങളെയും വിവരിക്കുവാൻ ദൈവം ഒരു അവസരം തന്നു. God used youngsters to encourage me to go on YouTube, which I was always against. I was like, that's a time waster. പല യുവാക്കളെയും ഉപയോഗിച്ച് ദൈവം എന്നെ പ്രോത്സാഹിപ്പിക്കാനിടയായി യൂട്യൂബിൽ പോയി സംസാരിക്കാൻ. എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ലാത്ത വ്യക്തിയായിരുന്നു. But anyway, I was studying the book of Acts. ഞാൻ അപ്പോസ്തല പ്രവൃത്തി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. And the youngsters came together and said, Pastor, we will record what you are saying. അത് മാത്രമല്ല യുവാക്കൾ വന്നിട്ട് പറയാനിടയായി, പാസ്റ്റർ ഞങ്ങൾ ഇത് റെക്കോർഡ് ചെയ്തോളാം, പാസ്റ്റർ ഒന്ന് സംസാരിച്ചാൽ മതി. And the Lord has helped over the years now to cover almost many books of the New Testament. കർത്താവിന്റെ കൃപയാൽ അന്ന് മുതൽ പുതിയ നിയമത്തിലെ പല പുസ്തകങ്ങളും പൂർത്തീകരിക്കുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. It's 15-20 minutes of episodes on YouTube in Hindi about the whole of Acts the Apostles, the 1 Corinthians, 2 Corinthians, Romans, I finished Galatians, Ephesians, Colossians, 1 Timothy, 2 Timothy, Titus, and I've enjoyed studying the scriptures. അപ്പോസ്തല പ്രവൃത്തിയിൽ ആരംഭിച്ച എല്ലാ ലേഖനങ്ങളും തുടർമാനമായി പഠിക്കുന്നത് ഞാൻ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് വീഡിയോസ് ഹിന്ദിയിൽ ചെയ്യാൻ കർത്താവ് കൃപ തരുവാനും ഇടയായി. And one of the things that has surprised me is this short-heighted man called Paul is constantly praying for everybody all the time. I still cannot understand. എന്നെ ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യം ഇതാണ്, ഈ നീളം കുറഞ്ഞ ഈ കുറിയ മനുഷ്യനായ പൗലോസ് എല്ലായ്പ്പോഴും എല്ലായിടത്തും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. Either he's lying or he's actually doing it. ഒന്നെങ്കിൽ അദ്ദേഹം കള്ളം പറയുകയാണ്, അല്ലെങ്കിൽ വാസ്തവത്തിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. Like us now, we tell everybody, oh, I will pray for you, and then we forget. നമ്മൾ പലപ്പോഴും ആളുകളോട് പറയാറുണ്ടല്ലോ, ഞാൻ പ്രാർത്ഥിച്ചോളാം, എന്നിട്ട് നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ മറന്നുപോകും. ഇവിടുത്തെ കാര്യമല്ല, ഇന്ത്യയിലെ കാര്യമല്ല. I am not talking about this place, I am talking about India. I'm not going to say, we pray, don't worry, we will pray for you. പേടിക്കണം, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം അങ്ങേക്ക് വേണ്ടി.
അങ്ങനെ പറയല്ലേ. Don't say that. I rather now to take the moment to pray right away so that even if I forget tomorrow, I'm okay. ഞാൻ അങ്ങനെ ആരോടെങ്കിലും അഥവാ പറഞ്ഞാൽ ഞാൻ അപ്പോൾ തന്നെ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. നാളെ മറന്നുപോയാലും എനിക്ക് കുറ്റമില്ലാതെ നിൽക്കാൻ കഴിയുമല്ലോ. What am I saying? But Paul amazingly is saying, I remember you all the time. I pray for you all the time. And I'm like, how is this possible? Until as I was studying, the Spirit reminded me, it is through the Holy Spirit is praying all the time for ഞാൻ all the പലപ്പോഴും people ചിന്തിച്ചു, everywhere. എങ്ങനെയാണ് പൗലോസ് ഇങ്ങനെ എല്ലാവരോടും ഞാൻ നിങ്ങളെ എപ്പോഴും ഓർക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത്. വചനം പഠിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, പരിശുദ്ധാത്മാവിനാലാണ് താൻ ഇവരെയൊക്കെ ഓർത്ത് So if പ്രാർത്ഥിക്കുവാനിടയാകുന്നത്. you want to study the Bible, you need the Holy Spirit. അതുകൊണ്ട് നിങ്ങൾക്ക് ബൈബിൾ പഠിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ ആവശ്യമാണ്. If you want to pray, നിങ്ങൾക്ക് പ്രാർത്ഥിക്കണമെങ്കിലോ, and if you don't want to pray, നിങ്ങൾക്ക് പ്രാർത്ഥിക്കണ്ടെങ്കിലോ, you still need the Holy Spirit. അപ്പോഴും പരിശുദ്ധാത്മാവിനെ ആവശ്യമാണ്. Because when the Holy Spirit comes, He will wake you up in the night, wake you up in the morning, send you to church, bring you to a home, send you to a hospital so that you can pray. കാരണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ അവൻ നിങ്ങളെ ഉണർത്തുവാൻ ഇടയാക്കും, നിങ്ങളെ ചർച്ചിലോട്ട് നയിക്കും, ഹോസ്പിറ്റലിലോട്ട് നയിക്കും, നിങ്ങളെ ഏത് വിധേനയും പ്രാർത്ഥിക്കുമാറാക്കും. Third element of the fellowship of the Holy Spirit. മൂന്നാമതായി പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയുടെ ആവശ്യം You എന്താണ്? want to worship Jesus. നിങ്ങൾക്ക് യേശുവിനെ ആരാധിക്കണമെങ്കിൽ You cannot worship without the Holy Spirit. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കൂടാതെ ആരാധിക്കാൻ You can be കഴിയില്ല. the best singer in the world. നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും നല്ല You can പാട്ടുകാരനാകാം, be the best musician in the world. നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും നല്ല സംഗീതജ്ഞനാകാം, You can have the best equipment in the നിങ്ങൾക്ക് world. ലോകത്തിലെ ഏറ്റവും നല്ല ഉപകരണം ഉണ്ടായേക്കാം. But if you truly want to worship, എന്നാൽ വാസ്തവത്തിൽ ആരാധിക്കണമെങ്കിലോ, let me rephrase, you need the Holy Spirit to worship Jesus. Worship Jesus. നിങ്ങൾക്ക് യേശുവിനെ ആരാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ കൂടിയേ തീരൂ. I say like this, the Holy Spirit is the best worship leader the world ever has. ഞാനിങ്ങനെ പറയാനായിട്ട് ഇടയായിട്ടുണ്ട്, പരിശുദ്ധാത്മാവാണ് ലോകം കണ്ടതിൽ ഏറ്റവും നല്ല വർഷിപ്പ് ലീഡർ. He knows what Jesus likes, so he makes the church to do that very thing that would please the heart of Jesus. യേശുവിനെ പരിശുദ്ധാത്മാവിന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് യേശുവിന്റെ ഹൃദയത്തിന് പ്രസാദം നൽകുന്നത് എന്താണെന്ന് ചെയ്യുവാൻ പരിശുദ്ധാത്മാവിന് നന്നായിട്ട് അറിയാം. I went to a village one day. ഞാൻ ഒരിക്കലും ഒരു ഗ്രാമത്തിൽ കടന്നുപോയി. In that village I was surprised to see a guitar. ഞാൻ ആ ഗ്രാമത്തിൽ ചെന്നപ്പോൾ അവിടെ ഒരു ഗിറ്റാർ കണ്ടപ്പോൾ എനിക്ക് ആശ്ചര്യം And I തോന്നി. was even surprised to see it was a 3-stringed guitar. അത് 3 സ്ട്രിങ്ങുകൾ മാത്രമുള്ള ഒരു ഗിറ്റാർ ആണെന്ന് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും ആശ്ചര്യം Because വർദ്ധിച്ചു. the other 3 were broken, they were not there. കാരണം മറ്റു 3 സ്ട്രിങ്ങുകൾ പൊട്ടിപ്പോയത് കൊണ്ടാണ് അവിടെ 3 സ്ട്രിങ്ങുള്ള ഇൻസ്ട്രുമെന്റ് കണ്ടത്. And then the young man in the church stood up. എന്നിട്ട് ആ സഭയിൽ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്നു. And he took that guitar അദ്ദേഹം ആ ഗിറ്റാർ കയ്യിലെടുത്തു. with the 3 strings, ആ 3 സ്ട്രിങ്ങുകൾ മാത്രമുള്ള ഗിറ്റാർ, totally untuned. അതൊരു ഒരു ട്യൂണും ഇല്ലാത്ത ഗിറ്റാർ. And he hung it like a professional. താൻ ഒരു പ്രൊഫഷണൽ എങ്ങനെയാണോ ഗിറ്റാർ എടുത്തിടുന്നത് അതുപോലെ അതെടുത്തിട്ടു. And he had no clue what chords are. എന്താണ് കോഡെന്ന് പോലും ഒരു അറിവുമില്ലാത്ത വ്യക്തിയാണ്. But then he began to play that എന്നിട്ട് instrument. അദ്ദേഹം ആ ഇൻസ്ട്രുമെന്റ് വായിക്കാൻ തുടങ്ങി. And before long the entire congregation was in tears worshiping Jesus. ഏതാനും നിമിഷങ്ങൾക്കകത്ത് ആ സഭ മുഴുവനും കണ്ണുനീരോടെ യേശുവിനെ ആരാധിക്കുന്നത് കാണുവാനിടയായി. I had a deep chest x-ray that day. അന്ന് എനിക്ക് വളരെ ആഴത്തിൽ എന്റെ നെഞ്ചൊന്ന് പരിശോധിക്കേണ്ട അവസ്ഥ പോലും And വന്നു. when I had to go an MRI also I had to. ഒരു MRIക്ക് പോലും ഞാൻ വിധേയനാകേണ്ടതുപോലെ Here I was judging the level of the guitar, but there is no. I thought he was playing O minor on that day. ഞാൻ ചിന്തിച്ചു, ഞാൻ ആ ഗിറ്റാറിന്റെ രൂപവും അദ്ദേഹം പ്ലേ ചെയ്യുന്നതൊക്കെ നോക്കിക്കൊണ്ട് ഇദ്ദേഹം ഓ മൈനർ ആണോ, സംഗീതത്തിൽ ഇല്ലാത്ത ഒരു കോഡാണോ വായിക്കുന്നത് പോലും എനിക്ക് തോന്നിപ്പോയി. You don't need any instrument to bring heaven down. നിങ്ങൾക്ക് You need a സ്വർഗ്ഗത്തെ താഴെ ഇറക്കുവാൻ, broken heart and the Holy Spirit to worship നിങ്ങൾക്ക് Jesus. സ്വർഗ്ഗത്തെ താഴെ ഇറക്കുവാനായിട്ട് തകർന്ന് നുറുങ്ങിയ ഒരു ഹൃദയവും ആ പരിശുദ്ധാത്മാവിനെ മാത്രം മതി യേശുവിനെ ഒന്ന് ആരാധിക്കുവാനായി. Isaiah 57:15 says beautifully, Isaiah records, God dwells on the high places but also dwells with those who are of a broken heart. യെശയ്യാവ് 57 യെശയ്യാവ് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, കർത്താവ് സ്തുതികളുടെ മേൽ വസിക്കുന്നവരാണ്, തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയങ്ങൾക്ക് കർത്താവ് എപ്പോഴും സമീപസ്ഥനുമാണ്. You need the Holy Spirit for worship. നമുക്ക് പരിശുദ്ധാത്മാവിനെ ആവശ്യമാണ് ദൈവത്തെ ഒന്ന് And ആരാധിക്കണമെങ്കിൽ. when that lady was fighting with Jesus at that well, you worship there, we worship there, you are not good, we are good, our church is good, your church is not good. ആ കിണറിന്റെ അടുക്കൽ ആ സ്ത്രീ യേശുവിനോട് വഴക്കിട്ടുകൊണ്ട് നിന്നപ്പോൾ, ഓ നിങ്ങൾ അവിടെയാണ് ആരാധിക്കുന്നത്, ഞങ്ങൾ ഇവിടെയാണ് ആരാധിക്കുന്നത്, നിങ്ങളുടെ സഭ മോശമാണ്, ഞങ്ങളുടെ സഭയാണ് നല്ലത്, അതും ഇതും പറഞ്ഞുകൊണ്ട് ഈ വഴക്കിട്ടുകൊണ്ട് നിന്നപ്പോൾ Jesus said, യേശു ഇങ്ങനെ പറയാനിടയായി, it is not the place. It is not the place. ആ സ്ഥലമല്ല It is not the പ്രാധാന്യമുള്ളത്. place where you worship. നിങ്ങൾ എവിടെ ആരാധിക്കുന്നു Who എന്നുള്ളതല്ല is leading പ്രാധാന്യം. your worship is the big thing. നിങ്ങളുടെ ആരാധന ആര് നയിക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യമുള്ളത്. God is looking for worshippers that are being led by spirit and truth also. കാരണം ദൈവം ഇന്ന് അന്വേഷിക്കുന്നത് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന സത്യ നമസ്കാരികളുണ്ടോ എന്നാണ് ദൈവം നോക്കുന്നത്. So worship is not singing songs. ആരാധന എന്ന് പറയുന്നത് പാട്ടുകൾ പാടുകയല്ല. I've understood songs are only
stairs that help you to enter into worship. ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ആരാധനയിലേക്ക് കയറുവാനായി ചവിട്ടുപടികൾ മാത്രമാണ് ഈ പാട്ടുകൾ. Too many people end up on the stairs and never enter the stadium of the Holy Spirit. പലപ്പോഴും ആളുകൾ ആ പടികളിൽ മാത്രം നിൽക്കുവാനിടയാകും. ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ആരാധന എന്ന വിശാലമായ സ്റ്റേഡിയത്തിലേക്ക് കയറുവാൻ ജനത്തിന് പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. For worship, we have to go beyond songs. ആരാധനയിൽ പാട്ടുകൾക്കും അതീതമായി നാം പോയേ മതിയാകും. We have to be sensitive to where the Holy Spirit is leading us. പരിശുദ്ധാത്മാവ് നമ്മളെ എങ്ങോട്ടാണ് നയിക്കുന്നതെന്ന് തിരിച്ചറിയുവാനുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. We have to pray like never before. നാം ഇതുവരെ പ്രാർത്ഥിക്കാത്തതുപോലെ പ്രാർത്ഥിക്കണം. Plan like never before. ഇതുവരെ പ്ലാൻ ചെയ്യാത്ത അളവിൽ പ്ലാൻ ചെയ്യണം. Practice like never before. നമ്മൾ ഇതുവരെ പ്രാക്ടീസ് ചെയ്യാത്തതുപോലെ പ്രാക്ടീസ് ചെയ്യണം. Still be sensitive to the presence of the Holy Spirit. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് പ്രതികരണ മനോഭാവമുള്ളവരായിരിക്കും. Because he can take any song anywhere and glorify Jesus. കാരണം ഏത് പാട്ടിനെയും എങ്ങനെയും ഉപയോഗിച്ച് യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. It is not the latest worship artist in the market who can bring heaven down. As I said, you need the Holy Spirit to worship Jesus. ആ സമൂഹത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട അറിവുള്ള പാട്ടല്ല, ഏറ്റവും പുതിയ പാട്ടല്ല, പകരം പരിശുദ്ധാത്മാവിനെയാണ് നമുക്ക് ആവശ്യം സ്വർഗത്തെ ഇറക്കിക്കൊണ്ടുവരുവാനായി. Sadly, worship has become a great business. ദുഃഖകരമെന്ന് പറയട്ടെ, ആരാധന ഇന്ന് വലിയൊരു ബിസിനസ്സായി And മാറി. in that business, the sanctity, the purity and the innocence of worship has been lost. ആ ബിസിനസിന്റെ മധ്യേ പലപ്പോഴും ആ ആരാധനയുടെ വിശുദ്ധിയും അതിന്റെ വെണ്മയും ഒക്കെ നഷ്ടമായി The കൊണ്ടിരിക്കുകയാണ്. church is worshiping its pastors, its worship leaders, its musicians, its well-known people, its YouTubers, its influencers, and they've forgotten them. That means we have forgotten to bring back Jesus in the house. നാം പലപ്പോഴും ആരാധിക്കുന്നത് പാസ്റ്റർമാരെയും വർഷിപ്പ് ലീഡേഴ്സിനെയും സംഗീതജ്ഞരെയും ഒക്കെയാണ്. ആ ഓട്ടത്തിനിടയിൽ നമ്മൾ മറന്നിരിക്കുകയാണ് യേശുവിനെ ആരാധനയിൽ കാണുവാനായി. Sadly, today for us to go to a meeting, we have to know who is leading worship and who is preaching. ഏറ്റവും ദുഃഖകരമാകുന്ന സത്യം ഇതാണ്, ആരാണിന്ന് ആരാധന ലീഡ് ചെയ്യുന്നത്, ആരാണിന്ന് പ്രസംഗിക്കുന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ നാം ഇന്ന് മീറ്റിങ്ങുകൾക്ക് പോകുവാൻ പോലും മനസ്സ് കാണിക്കൂ. That is why churches today are afraid to tell who will speak this Sunday. അതുകൊണ്ടാണ് ഈ ഞായറാഴ്ച ആരാണ് പ്രസംഗിക്കുന്നത് പറയാൻ പോലും സഭകൾക്ക് പേടിയാണെന്ന്. Because there could be a dip in attendance. കാരണം ആ ആൾക്കൂട്ടത്തിൽ ചിലർ വന്നില്ല എന്നിരിക്കാം. That is the sad state of our own churches. അത് നമ്മുടെ സഭകളുടെ ഏറ്റവും ദുഃഖകരമാകുന്ന ഒരു അവസ്ഥയാണ്. Whereas our churches should be full when they hear Jesus is in the house, whether anybody speaks or not, it is Jesus that we are going to worship and we have to glorify his name. യേശു ആലയത്തിൽ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ സഭകളിൽ ജനം തിങ്ങിക്കൂടുവാനായിട്ട് ഇടയായി തീരണം. നമുക്ക് ഒറ്റ ആഗ്രഹം മാത്രമേ ഉണ്ടാകൂ, യേശുവിനെ ആരാധിക്കണമെന്നുള്ള ഒരു ആഗ്രഹം മാത്രം. Worship, worship, worship. ആരാധന 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 മാത്രം. To the Father, ആ പിതാവിന് നൽകുന്ന ആരാധന, to Jesus, യേശുവിനെ ആരാധിക്കുന്നത് through the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ It ആരാധിക്കുന്നത്. involves singing in tongues. അത് ആ അന്യഭാഷയിൽ പാടുന്നത് അതിന്റെ ഭാഗമാണ്. It involves the gifts of the Holy Spirit. അത് കൃപാവരങ്ങൾ ഈ ആരാധനയുടെ It ഭാഗമാണ്. involves the manifestations of the fruit of the Spirit. ആത്മാവിന്റെ ഫലങ്ങൾ വെളിപ്പെടുന്നത് ഈ ആരാധനയുടെ ഭാഗമാണ്. We have corporatized our Sunday mornings. പലപ്പോഴും നമ്മുടെ ഞായറാഴ്ച ആരാധനകളെ നമ്മൾ അതിനെ വലിയൊരു സമൂഹമായി കോർപ്പറേറ്റ് I'm talking about my own church where I am the pastor. ഞാൻ പാസ്റ്റർ ആയിരിക്കുന്ന എന്റെ സ്വന്തം സഭയെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്. I have a clock that I have to maintain. ഞാൻ ക്ലോക്ക് നോക്കി ആരാധിക്കേണ്ട ഒരു അനുഭവമാണ്. 9 o'clock the worship has to start. 9 മണിക്ക് കൃത്യം ആരാധന തുടങ്ങിയേ മതിയാകും. After 11 the people are shifting in their seats. 11 മണിയാകുമ്പോൾ ആളുകൾ കസേരയിൽ ഇരുന്ന് ഞെരിപിരി കൊള്ളുകയാണ്. If it is 11:30 some are already leaving. 11:30 ആകുമ്പോൾ ചിലരൊക്കെ എപ്പോഴേ പോയി കഴിഞ്ഞിരിക്കുന്നു. That is why as a good bus conductor or a orchestra conductor I have to deliver the goods before the people leave. അതുകൊണ്ടാണ് നല്ലൊരു ബസ് കണ്ടക്ടറോ അല്ലെങ്കിൽ ഒരു മ്യൂസിക് കണ്ടക്ടറോ ചെയ്യുന്നത് പോലെ ആളുകൾ പോകുന്നതിന് മുൻപ് ഏറ്റവും നല്ലത് അവർക്ക് കൊടുത്തു വിടണം. Including the announcements and the offerings. ആ അനൗൺസ്മെന്റും ഓഫറിംഗും എല്ലാം ഇതിനകത്ത് ചെയ്തു തീർക്കണം. പോകുന്നതിന് മുമ്പ് ഇട്ടിട്ട് പോണം, അവൻ പോയാലും കുഴപ്പമില്ല, ഇട്ടിട്ട് പോണം. Before he leaves he has to put the offering and go. Even if he leaves it's okay, he has to put the offering. എൻ്റെ സഭയുടെ കാര്യം പറയാം, നിങ്ങളുടെ അല്ല. I'm not talking about you, I'm talking about my church. I want to ask myself, where is the Holy Spirit on a Sunday morning? ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്, ഞായറാഴ്ച പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിന്റെ സ്ഥാനം എവിടെയാണ്?
One of the famous books, the author wrote like this: Sunday mornings are the most grieving hours for the Holy Spirit. ഒരു എഴുത്തുകാരൻ തൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെയാണ് എഴുതിയത്: പരിശുദ്ധാത്മാവിന് ഏറ്റവും ദുഃഖകരമാകുന്ന നിമിഷങ്ങളാണ് ഞായറാഴ്ച പ്രഭാതങ്ങൾ. People are misusing his name, his power, and abusing what he has given them, and making their own business and their ends meet, whereas he's left out of the whole business. പലപ്പോഴും ആളുകൾ പരിശുദ്ധാത്മാവിനെ മോശമായി ചിത്രീകരിക്കുന്നു, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, എന്നിട്ട് പരിശുദ്ധാത്മാവിനെ തന്നെ മറന്നു കളയുന്ന അനുഭവം. They're speaking in tongues for 30 minutes inside the church and going out and fighting as cats and dogs. അവർ സഭകൾക്കകത്ത് 30 മിനിറ്റോളം അന്യഭാഷകൾ സംസാരിക്കും, എന്നിട്ട് സഭയുടെ പുറത്തു പോയി ഒരു നായും ഒരു പൂച്ചയും തമ്മിൽ കടിപിടി കൊള്ളുന്നത് പോലെ അവർ പെരുമാറുന്നത്. Neighbors are fighting over one leaf or one coconut that has fallen in their ground, and they've lost their faith, and they've lost their speaking in tongues, and they've lost their clapping. They forget that they're Christians across the street. പലരും അയൽക്കാരോട് ഒരു വീണ തേങ്ങയുടെ മേളിലും ഒരു ഇല ഇങ്ങോട്ട് ചാഞ്ഞു നിൽക്കുന്നതിന്റെ പേരും അടിപിടി കൂടി അവരുടെ വിശ്വാസത്തെ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് ജീവിക്കുന്നവർ ക്രിസ്ത്യാനികളാണെന്ന് പോലും സമൂഹത്തിൽ പറയുവാൻ മടിക്കുന്ന, മറന്നുപോകുന്ന സാഹചര്യങ്ങൾ. Wish the church, I'm talking about my church, wish we could train our people to worship from Monday to Saturday and take a break on Sunday in the church. ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു പാസ്റ്റർ എന്നുള്ള നിലയിൽ എൻ്റെ സഭയെക്കുറിച്ച് തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ അവരിൽ നിന്ന് പരിശീലിച്ച് പഠിച്ചിട്ട് അവർ ഞായറാഴ്ച എല്ലാത്തിൽ നിന്നും ഒരു ഒഴിവെടുത്ത് സഭയിൽ വന്ന് സ്വസ്ഥമായി ഒന്നിരിക്കാൻ. It's like, come to church and we'll service you. എന്നിട്ട് നിങ്ങൾ ഞായറാഴ്ച ആരാധനയ്ക്ക് വാ, ഞങ്ങൾ നിങ്ങളെ സർവീസ് ചെയ്യാമെന്ന് പറയുന്ന പോലെ. But you hit the roads on Monday to Saturday. എന്നാൽ നിങ്ങൾ ആ റോഡിൽ നിങ്ങൾ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ കർത്താവിന് ഇഷ്ടം പോലെ ജീവിക്കും. Can we lift our hearts and say, Holy Spirit, we need you in our worship. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഒന്ന് ഉയർത്തിയിട്ട് പറയാം: കർത്താവേ, പരിശുദ്ധാത്മാവ് ദൈവമേ, ഞങ്ങളുടെ ആരാധനകളിൽ ഞങ്ങൾക്ക് അങ്ങേ ആവശ്യമാണ്. And I'm not talking only corporate worship, I'm talking about personal worship also. കൂട്ടായ ആരാധനയെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ വ്യക്തിപരമാകുന്ന ആരാധനയിലും ഇത് ആവശ്യമാണ്. Come on, when was the last time we worshipped as individuals and Jesus was blessed and the Holy Spirit was instrumental in that worship? ഒന്ന് ചിന്തിച്ചു നോക്കണം, എന്നാ നമ്മൾ ഏറ്റവും അവസാനമായി ഒറ്റയ്ക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ആരാധിച്ചത്, ആ യേശുവിനെ നമ്മൾ മഹത്വപ്പെടുത്തിയത് എന്നാ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ചെയ്തത്? When was the last time when the YouTube song was playing and we were crying in the presence of the Lord? എന്നാണ് ആ യൂട്യൂബിലെ പാട്ട് കേട്ടപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ സന്തോഷത്തോടെ കണ്ണുനീരോടെ ദൈവത്തെ ആരാധിച്ചതെന്നായിരുന്നു? When was the last time when that old song came on our tongues and we just sat down on the sofa or on the floor and we said, God, we need you, God, we need you, God, we need you? എന്താ ഏറ്റവും അവസാനമായിട്ട് ആ സോഫയിൽ ഇരുന്ന് ആ പാട്ട് കേട്ട് ദൈവത്തെ ആരാധിച്ച്, കർത്താവേ, ഞങ്ങൾക്ക് അങ്ങേ ആവശ്യമാണ്, ഞങ്ങൾക്ക് അങ്ങേ ആവശ്യമാണ്, ഞങ്ങൾക്ക് അങ്ങേ ആവശ്യമാണെന്ന് കണ്ണുനീരോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചതും ആരാധിച്ചതും എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? Worship is not only singing songs. ആരാധന പാട്ട് പാടുന്നത് മാത്രമല്ല. Worship is maintaining a quiet demeanor when everything is going against us. ആരാധന സ്വസ്ഥമായി നമ്മെ തന്നെ പാലിക്കുന്നതിലാണ്, ചുറ്റും ബഹളങ്ങൾ നിറയുമ്പോഴും സ്വസ്ഥതയോടെ ആയിരിക്കുന്നു. When people are accusing you, you have a chance to clear yourself. Keeping quiet and trusting the Lord is worship. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറയുമ്പോഴും സ്വസ്ഥമായിരുന്ന് ശാന്തമായിരുന്ന് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക. We need Jesus when we read our Bibles. നാം ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് യേശുവിനെ We need ആവശ്യമാണ്. Jesus when we want to pray. നാം പ്രാർത്ഥിക്കേണ്ടപ്പോൾ നമുക്ക് യേശുവിനെ ആവശ്യമാണ്. We need Jesus when we worship. നാം ആരാധിക്കുമ്പോൾ നമുക്ക് യേശുവിനെ ആവശ്യമാണ്. But as I said, between Sunday and Sunday we have several other days also. ഞാൻ എന്നാൽ പറഞ്ഞതുപോലെ ഒരു ഞായറാഴ്ചയിൽ നിന്ന് അടുത്ത ഞായറാഴ്ചയുടെ ഇടയിൽ ഒത്തിരി ദിവസങ്ങളുണ്ട്. We need the Holy Spirit, number 4, to resist sin and temptation. നാലാമതായി പരിശുദ്ധാത്മാവിനെ നമുക്ക് ആവശ്യമാണ് പാപത്തോട് എതിർത്ത് നിൽക്കുവാൻ. പരിശുദ്ധാത്മാവിനെ How many here can openly say, I tried but I failed to resist temptation? എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, ഞാൻ ശ്രമിച്ചു നോക്കി ആ പ്രലോഭനത്തെ ഒന്ന് അതിജീവിക്കാൻ, പിശാചിനെ ഒന്ന് എതിർക്കാൻ, പക്ഷെ പരാജയപ്പെട്ടു? I am lifting only one hand because I have mic in the other. I want to lift both hands. ഞാൻ രണ്ട് കരം ഉയർത്തണമെന്ന് ആഗ്രഹിക്കുന്നു. In your own mind you will fail. I will give you a stamp paper, you will fail. ഞാൻ നിങ്ങൾക്കൊരു പ്രമാണത്തിൽ ഒപ്പിട്ട് തരാം, നിങ്ങൾ തീർച്ചയായും സ്വന്തം കഴിവിൽ ആശ്രയിച്ചാൽ പരാജയപ്പെടും. You will fail. നിങ്ങൾ തീർച്ചയായും പരാജയപ്പെടും. You are doomed in that way. നിങ്ങൾ അങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. Unless you take the help of the Holy Spirit. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സഹായം സ്വീകരിക്കുന്നതുവരെയും അങ്ങനെയായിരിക്കും. He is the one. 1 Corinthians 10:13. He is the one who will show you the exit when you are being
tempted. 1 കൊരിന്ത്യർ 10:13 ഇങ്ങനെ കാണുന്നുണ്ട്, ആ പരിശുദ്ധാത്മാവാണ് രക്ഷയ്ക്കുള്ള ആ വഴി നിങ്ങളെ കാണിച്ചു തരാൻ ഇടയാകുന്നത്. നിങ്ങൾ പ്രലോഭനങ്ങളെ, പരീക്ഷകളെ നേരിടുമ്പോൾ You cannot switch it off. You cannot take it down. You are really surrounded. You are about to fall in sin. നിങ്ങൾ ആ പ്രലോഭനത്താൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ വീണു പോകാവുന്ന, പാപത്തിൽ വീണു പോകാവുന്ന സാഹചര്യമാണ്. The devil knows your weakness. പിശാചിന് നിങ്ങളുടെ ബലഹീനത നന്നായിട്ട് അറിയാം. That is why he will customize temptations according to your weakness. അതുകൊണ്ടാണ് നിങ്ങളുടെ ബലഹീനതയ്ക്കനുസരിച്ച് പിശാച് പ്രത്യേക പ്രലോഭനങ്ങളെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. Not everybody is tempted by money. എല്ലാവരും പണം കാണുമ്പോൾ വീണു പോകില്ല. Not everybody is tempted by flesh. എല്ലാവർക്കും ജഡത്താൽ അവർ പ്രലോഭിപ്പിക്കപ്പെടത്തില്ല. Not everybody is tempted by anger. എല്ലാവർക്കും ദേഷ്യം വരുന്ന ആ ഒരു പ്രലോഭനമില്ല. Or by pride. ചിലർക്ക് നിഗളമായിരിക്കും. Or by food. അല്ലെങ്കിൽ ആഹാരമായിരിക്കും. But the devil knows our weakness. എന്നാൽ പിശാചിന് നന്നായിട്ട് നമ്മുടെ ബലഹീനത അറിയാം. And he will send that rat. He will send that rat to you and tempt you. ആ പ്രലോഭനമാകുന്ന ആ എലിയെ നിങ്ങളുടെ അടുക്കിലേക്ക് അവൻ അയക്കും. When the devil knows my weakness, the Holy Spirit knows my strength also, and he will give me a way of escape. പിശാചിന് നമ്മുടെ ബലഹീനത അറിയാവുന്നപ്പോൾ പരിശുദ്ധാത്മാവിന് നമ്മുടെ ശക്തി ഏതാണെന്ന് അറിയാം. അവൻ നമ്മളെ സഹായിക്കുവാൻ easily. നാം പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തിയാണോ? You get offended easily. നിങ്ങൾ പെട്ടെന്ന് പ്രയാസം തോന്നുന്ന വ്യക്തിയാണോ? You give up easily. നിങ്ങൾ പെട്ടെന്ന് ഇട്ടേച്ചു പോകുന്ന ആളാണോ? Throw down everything easily. നിങ്ങളെല്ലാം വലിച്ചെറിയുന്ന ഒരാളാണോ? Invite the Holy Spirit. പരിശുദ്ധാത്മാവിനെ ഒന്ന് സ്വാഗതം ചെയ്ത്. Some people really are so, how do you call it, gentlemanly. They don't want to disturb the Holy Spirit. ചില ആളുകൾ വളരെ ശ്രദ്ധയുള്ളവരാണ്. അവർ ഭയങ്കര ജെന്റിൽമാൻ ആണെന്ന് അവരുടെ ചിന്ത. അവർക്ക് പരിശുദ്ധാത്മാവിനെ പോലും ബുദ്ധിമുട്ടിക്കാൻ ഇഷ്ടമില്ല. No, he is there to be disturbed. You call on him and he will come and help you. അല്ല, പരിശുദ്ധാത്മാവ് തയ്യാറാണ്. നിങ്ങൾക്ക് അവനെ ബുദ്ധിമുട്ടിപ്പിക്കാം. അവനെ വിളിച്ചാൽ വന്ന് സഹായിക്കാൻ പരിശുദ്ധാത്മാവ് സന്നദ്ധനാണ്. Next time you are tempted, അടുത്ത പ്രാവശ്യം നിങ്ങൾ പ്രലോഭനത്തെ നേരിടുമ്പോൾ cry out to the Holy Spirit. പരിശുദ്ധാത്മാവിനോട് നിലവിളിച്ചാട്ടെ. Even better, before you are tempted, cry out to the Holy നിങ്ങൾ Spirit. പ്രലോഭനത്തിൽ വീഴുന്നതിന് മുന്നമേ പരിശുദ്ധാത്മാവിനോട് നിലവിളിച്ചാട്ടെ. And when you are tempted, you know you are going to be tempted, you pray and he will make a way of escape for you. നിങ്ങൾ പ്രലോഭനത്തെ നേരിടുന്നതിന് മുൻപേ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു പോക്ക് വഴി, രക്ഷപ്പെടുവാനായ ഒരു വഴി ഒരുക്കും. Resisting sin and temptation. പിശാചിനെയും തന്റെ പ്രലോഭനത്തെയും അതിജീവിക്കുക. You will overcome sin and temptation. നിങ്ങൾ തീർച്ചയായിട്ടും ചില പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനിടയാകും. The righteous can fall, but നീതിമാൻ ഒരുപക്ഷെ വീണു പോയേക്കാം. But he will stand. എന്നാൽ അവൻ എഴുന്നേറ്റ് നിൽക്കും. Because the Spirit will enable him. കാരണം പരിശുദ്ധാത്മാവനെ സഹായിക്കും. If you fall, don't stay there. നിങ്ങൾ വീണു പോയാൽ അവിടെ തന്നെ കിടക്കരുത്. Ask the Holy Spirit to raise you up. പരിശുദ്ധാത്മാവിനോട് സഹായം ചോദിച്ച് നിങ്ങളെ ഉയർത്തുവാനായി. The most deadly and how do you call it, dangerous example is Psalm 51, where David, after having committed what not, he cries out and says, take not your Holy Spirit from me. ഏറ്റവും നല്ല ഉദാഹരണം 51-ാം സങ്കീർത്തനത്തിൽ നാം കാണുന്നു. ദാവീദ് തന്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായ പാപത്തിൽ വീണ് കഴിഞ്ഞിട്ടും താൻ നിലവിളിക്കുകയാണ്, കർത്താവേ അങ്ങയുടെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. Restore to me the joy of my salvation. കർത്താവേ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. Take not your Holy Spirit from me. അങ്ങയുടെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. And eventually he was restored back. തീർച്ചയായും ആ പ്രാർത്ഥനയുടെ അനന്തരഫലമായി കർത്താവ് തന്നെ യഥാസ്ഥാനപ്പെടുത്തുവാനിടയായി. I'm not saying that the Holy Spirit is cheap and you can do anything and ask the Lord to forgive you. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്തും ചെയ്തിട്ട് പരിശുദ്ധാത്മാവിനെ ചീപ്പായിട്ട് ട്രീറ്റ് ചെയ്യാമെന്നല്ല. എന്ത് ചെയ്താലും നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായം തേടാമെന്ന്. Salvation is free, but it is not cheap. രക്ഷ അത് സൗജന്യമാണ്, എന്നാൽ ചീപ്പല്ല. It is expensive. അത് തീർച്ചയായും It cost വിലയേറിയതാണ്. heaven its only son to die on the cross. സ്വർഗത്തിന് തന്റെ സ്വന്തം പുത്രനെ നൽകി ക്രൂശിലെ മരണത്തോളം നൽകുവാൻ തക്കവണ്ണം വിലയേറിയതായിരുന്നു. So like it says in Hebrews, don't trample the blood of Jesus and the Spirit. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശുവിന്റെ രക്തത്തെയും പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ചവിട്ടി മെതിക്കുന്നവരാകരുത്. Romans 8 beautifully describes us that fight. റോമർ 8 നമുക്കത് മനോഹരമായിട്ട് കാണാനായിട്ട് കഴിയും അതിന്റെ വിവരണം. When you are feeling condemned, guilty, down and everything else, invite the Holy Spirit to breathe life. നിങ്ങൾ കുറ്റബോധത്തിൽ, നിങ്ങൾ ആ ശിക്ഷാവധിയെ കുറിച്ചുള്ള ഓർമ്മയിൽ ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ ഒന്ന് സ്വാഗതം ചെയ്താൽ മതി. അവൻ തന്റെ ജീവനെ നിങ്ങളിലേക്ക് പകർന്നു തരും.
And he will do it gently. അവൻ ശാന്തമായിട്ട് അത് He ചെയ്യുന്നു. will not say everything is okay, man. Don't worry, Korpella, don't worry. എല്ലാം സാരമില്ലെന്ന് ഒരിക്കലും പരിശുദ്ധാത്മാവ് പറയുകയില്ല. He will restore you in a way that Jesus is glorified and you are restored back into fellowship. നിങ്ങളെ വീണ്ടും ആ കൂട്ടായ്മയിലേക്ക് പരിശുദ്ധാത്മാവ് യഥാസ്ഥാനപ്പെടുത്തും. യേശുവിന്റെ നാമം നിങ്ങളിൽ കൂടി മഹിമപ്പെടാനും പരിശുദ്ധാത്മാവ് ഇടയാക്കും. You need the Holy Spirit when you are tempted. നിങ്ങൾ പ്രലോഭനത്തെ നേരിടുമ്പോൾ പരിശുദ്ധാത്മാവിനെ ആവശ്യമാണ്. And temptation can come through depression also. പ്രലോഭനം നിരാശയായിട്ട് നമ്മുടെ അടുക്കൽ വരാം. Some people are never tempted to be depressed. ചില വ്യക്തികൾക്ക് നിരാശ എന്നുള്ള പ്രലോഭനം ഒരിക്കലും അവർ They're നേരിട്ടില്ല. always അവരെപ്പോഴും സന്തോഷിച്ച് ചിരിച്ചു and കൊണ്ടിരിക്കും. you get irritated when you see such people. അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത വിഷമം തോന്നും. But that is false and plastic smile. പലപ്പോഴും അത് തെറ്റായ ഒരു ചിരി മാത്രമാണ്, കപടമായതാ. But to be genuinely resisting temptation and sin, you need the Holy Spirit at all times. എന്നാൽ പാപത്തെയും പ്രലോഭനത്തെയും വാസ്തവമായി എതിർത്ത് നിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടിയേ തീരൂ. Many years ago, I was young and I had a very hot conversation with my father. കുറെ വർഷങ്ങൾക്ക് മുൻപ് ഞാനന്ന് ചെറുപ്പമായിരുന്നു. എൻ്റെ പിതാവുമായിട്ട് വളരെ ആഴമേറിയ ഒരു സംസാരത്തിൽ I was talking to Pastor Sam yesterday. My father has gone to be with the Lord. It's almost 20 years, and I tell you, 2 decades have passed. ഞാൻ ഇന്നലെ പാസ്റ്റർ സാമിനോട് സംസാരിക്കാൻ ഇടയായി തീർന്നു. 2 ദശാബ്ദത്തോളം കടന്നുപോയി എൻ്റെ പിതാവ് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടതിന് ശേഷം. And one day I was in the heat of the moment. I was saying, I told my father, what do you know about temptation? We are undergoing temptation. ഞാൻ പെട്ടെന്ന് ആ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുക, അങ്ങക്ക് എന്തറിയാം ഈ പ്രലോഭനത്തെ കുറിച്ച്? ഞങ്ങളാണ് ഈ യൗവനക്കാരാണ് ഈ പ്രലോഭനത്തിൽ കൂടി And in പോകുന്നത്. his own way, he took my collar and said, ഇവിടെ വാടാ. പെട്ടെന്ന് തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ആ കോളറിൽ പിടിച്ചിട്ട് പിതാവ് പറഞ്ഞു, ഇങ്ങോട്ട് ഇവിടെ വാടാ. And then he told me, എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറയാനിടയായി, until the day you go to the grave, you will be tempted. നീ ആ കല്ലറയിലേക്ക് പോകുന്ന ആ ദിവസം വരെ പ്രലോഭനത്തിൽ കൂടി കടന്നു For പോകും. me, that was a very big revelation. എന്നെ സംബന്ധിച്ചത് വലിയൊരു വെളിപ്പാടാണ്. Because as a young man, I was thinking there is a day coming when all the temptation is going to be over. കാരണം ഒരു യുവാവ് എന്നുള്ള നിലയിൽ ഞാൻ ചിന്തിച്ചിരുന്നത് ഒരു ദിവസം വരും എല്ലാ പ്രലോഭനങ്ങളും എന്നെ വിട്ടു പോകുന്ന ഒരു That will ദിവസം. be the end of my temptation. അന്ന് എൻ്റെ എല്ലാ പ്രലോഭനങ്ങളും പരീക്ഷകളും മാറിപ്പോകുമെന്ന്. But my father gave me expensive wisdom, എന്നാൽ എൻ്റെ പിതാവ് വിലയേറിയ ഒരു സത്യം എന്നെ പഠിപ്പിച്ചു. which now I can vouch and say, the enemy wants to kill, steal and destroy your spirituality, your ministry, your calling, your family, your peace, your relationships. He wants to kill, steal and destroy. അതുകൊണ്ട് ഞാൻ ഇന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ഈ സത്യത്തിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാനായിട്ട് കഴിയും. ഒരു കാര്യം തിരിച്ചറിയുക, ശത്രുവിന്റെ പദ്ധതി ഇത് മാത്രമാണ്: മോഷ്ടിക്കാനും, അറുക്കുവാനും, മുടിക്കുവാനുമാണ് അവൻ ശ്രമിക്കുന്നത്. How many want the help of the Holy Spirit to resist sin and temptation? എത്ര പേർക്ക് പാപത്തെയും പിശാചിനെയും എതിർക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യമാണ്? Cry out to him and he will help you. ഇന്ന് ആ കർത്താവിനോടൊന്ന് നിലവിളിച്ച് ചോദിച്ച് അവൻ വാസ്തവമായി നിങ്ങളെ സഹായിക്കും. That is why we need the fellowship of the Holy Spirit. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. My father used to say, fellows in a ship traveling together. എൻ്റെ പിതാവ് ഇങ്ങനെ fellowship. പറയുമായിരുന്നു, ഒത്തിരി പേർ കൂട്ടമായി ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്നത്, അതാണ് കൂട്ടായ്മ. We need the friendship of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ആ സ്നേഹബന്ധം നമുക്ക് ആവശ്യമാണ്. He is our friend. അവൻ നമ്മുടെ സ്നേഹിതനാണ്. We also do not lose respect and honor. അതേ സമയത്ത് നമുക്ക് ബഹുമാനം നഷ്ടപ്പെടത്തില്ല, പരിശുദ്ധാത്മാവിനോടുള്ള ബഹുമാനവും. Number 5. അഞ്ചാമതായി, the fellowship of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. We need the Holy Spirit in our daily decision making. നമ്മുടെ ദൈനംദിനമുള്ള തീരുമാനങ്ങളിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് ആവശ്യമാണ്. Small and big. ചെറുതും വലുതുമാകുന്ന തീരുമാനങ്ങൾ. I want to encourage you. ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കട്ടെ. Ask the Holy Spirit. പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക. Big and small, ask the Holy Spirit. ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക. You could be experienced, still ask the Holy Spirit. നിങ്ങൾക്ക് വളരെ എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കും, എന്നാലും ചോദിക്കുക പരിശുദ്ധാത്മാവിനോട്. You could have asked yesterday, but still today ask the Holy Spirit. നിങ്ങൾക്ക് ഇന്നലെ ചോദിക്കാമായിരുന്നു, എന്നാലും സാരമില്ല, ഇന്ന് ചോദിക്കുക. I was remembering an incident recently when I was filled with the Holy Spirit. I was so excited.
and thankful for the Holy Spirit baptism. ഞാൻ ആ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ആ ദിവസത്തെ കുറിച്ച് അടുത്ത സമയത്ത് ഓർക്കുകയായിരുന്നു. ഞാൻ വളരെയധികം സന്തോഷത്താൽ നിറയപ്പെട്ടവനായിരുന്നു. ആ ദിവസത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയിട്ടുന്നു. I used to play keyboard in the church for a well-known worship leader in those days in our church. ഞങ്ങളുടെ സഭയിൽ അന്ന് അറിയപ്പെടുന്ന വലിയൊരു വർഷിപ്പ് ലീഡറിന് വേണ്ടി ഞാൻ കീബോർഡ് വായിക്കുമായിരുന്നു ആ കാലങ്ങളിൽ. And I just loved my keyboard, and I just loved playing for that man. ആ മനുഷ്യന്റെ കൂടെ കീബോർഡ് വായിക്കുന്നത് എനിക്ക് വളരെ സന്തോഷമായിരുന്നു. അതെനിക്ക് ഞാൻ ആസ്വദിച്ച് ചെയ്യുന്ന I ഒന്നായിരുന്നു. had no idea about all of these concepts. I only knew keyboard, me, G, C, D, minor, E minor, and then. എനിക്ക് വേറെ ഒന്നും അറിഞ്ഞൂടെ ഈ ആരാധനയെ കുറിച്ചൊന്നും. എനിക്ക് കീബോർഡ് ഇഷ്ടമാണ്. ജി സി ഡി മൈനർ ഇതെല്ലാം എനിക്കറിയാം. So we are doing worship one night. ഞങ്ങൾ ഒരു രാത്രിയിൽ ആരാധിക്കുകയായിരുന്നു. It's June 17th, Saturday night. It's a youth camp. Last night, and we are playing. അയ്യോ, ജൂൺ 17-ാം തീയതിയാണ് ഒരു ക്യാമ്പിന്റെ ഏറ്റവും അവസാനത്തെ ദിവസമാണ്. ഞങ്ങൾ 1995 ഞങ്ങൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And the man of God has preached a powerful message. ആ ദൈവദാസൻ ശക്തിമത്തായ ഒരു പ്രസംഗം പ്രസംഗിക്കുവാനിടയായി. And the worship team comes on the platform very slowly, like cats coming up, you know. ആ സമയത്ത് വളരെ ശാന്തമായി പൂച്ച നടക്കുന്നത് പോലെ ആ വർഷിപ്പ് ടീം സ്റ്റേജിലേക്ക് കടന്നു And വരികയാണ്. I come on the keyboard. ഞാൻ ആ സമയത്ത് ആ കീബോർഡിൽ കയറിയിരുന്നു. Oh, the Holy Spirit has taken over the whole. പരിശുദ്ധാത്മാവ് ആ സഭയെ മുഴുവൻ നിയന്ത്രിക്കാൻ തുടങ്ങി. Powerful time of worship. വളരെ ശക്തിമത്തായ ആരാധനാ സമയം. Really powerful time of worship. വളരെ ശക്തിയുള്ള ആരാധനാ സമയം. And I'm playing. ഞാൻ ആ കീബോർഡ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. Playing. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. Suddenly I heard a voice in my ear. പെട്ടെന്ന് എന്റെ കാതിൽ ഒരു ശബ്ദം കേൾക്കുവാനിടയായി. Paul Matthews, switch off the keyboard. പോൾ മാത്യൂസ്, നീ ആ കീബോർഡ് നിർത്തുക. I said, get thee behind me, devil. It is me playing, and the atmosphere is being created. If I switch off the keyboard, everybody is going to sit down. ഞാൻ പെട്ടെന്ന് പറയാനിടയായി തീർന്നു, പിശാചേ എന്നെ വിട്ട് പോകുവിൻ, ഞാനാണ് ഈ കീബോർഡ് വായിക്കുന്നത്, ഞാനാണ് ഈ അന്തരീക്ഷത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത്, ഞാൻ ഈ കീബോർഡ് നിർത്തിയാൽ എല്ലാം ശാന്തമാകും. And then I'm playing. എന്നിട്ട് ഞാൻ വായിക്കുകയാണ്. 2 minutes later, 2 മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ again a voice in my ear. വീണ്ടും ഞാൻ എന്റെ കാതിൽ ഒരു ശബ്ദം Switch കേട്ടു. off the keyboard, Paul. പോളെ, നീ ആ കീബോർഡ് നിർത്തുക. I said no. ഞാൻ പറഞ്ഞു ഇല്ല. Because there is a great atmosphere of worship. കാരണം ഇവിടെ ആരാധനയുടെ വലിയൊരു അന്തരീക്ഷം ഇവിടെ വെളിപ്പെട്ടിരിക്കുകയാണ്. Third time the voice came. മൂന്നാമതും ഒരു ശബ്ദം വന്നു. Switch off the keyboard, Paul. പോൾ, നീ ആ കീബോർഡ് നിർത്തുക. I said no. ഞാൻ പറഞ്ഞു ഇല്ല. There is intense worship happening. People ഇവിടെ are വളരെ crying. People are ശക്തിമത്തായ left and ആരാധന right. നടക്കുകയാണ്. Not just- ജനമെല്ലാം കരയുകയാ. Literally, it's happening. അത് വാസ്തവമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. And then I heard one other line. ഞാൻ മറ്റൊരു പദവും ഇങ്ങനെ കേട്ടു. If you don't switch off the keyboard, I will burn it. I will burn it. ആ ശബ്ദം ഇങ്ങനെയായിരുന്നു, നീ ആ കീബോർഡ് ഇപ്പോൾ നിർത്തിയില്ലെങ്കിൽ ഞാനതിനെ കത്തിച്ചു കളയും. When I heard that, ഞാൻ ആ ശബ്ദം കേട്ടപ്പോൾ suddenly I realized he means business. ഈ സമയത്ത് എനിക്ക് മനസ്സിലായി ഇത് വാസ്തവമായി സംഭവിക്കുമെന്ന്. And the fact was that keyboard was bought from my savings, and it was a Korg Poly 802 in 1995. It was very expensive keyboard, and my father was never convinced to buy it for me, so I had saved money and bought that keyboard. When that touched my personal pocket, I switched it off. ഞാൻ ആ ശബ്ദം കേട്ടപ്പോൾ പെട്ടെന്ന് കീബോർഡിനെ കുറിച്ച് ചിന്തിച്ചു. എൻ്റെ പിതാവ് സമ്മതിച്ചില്ല, താല്പര്യമില്ലാതിരിക്കെ എൻ്റെ സ്വന്തം സേവിങ്സ് എടുത്ത് വളരെ കഷ്ടപ്പെട്ടാണ് അന്ന് വിലയേറിയ കീബോർഡ് ഞാൻ വായിച്ചത്. എൻ്റെ പോക്കറ്റിനെ ദൈവം തൊട്ടപ്പോൾ ഞാൻ കേൾക്കാനിടയായി. I switched off the keyboard. ഞാൻ ആ കീബോർഡ് നിർത്തി. And the Lord said, kneel down. ദൈവം എന്നോട് പറഞ്ഞു, മുട്ടുകുത്തു. And by the time I had lost it completely. ആ സമയത്ത് എനിക്ക് എല്ലാം എൻ്റെ കൈവിട്ടു പോയി. And I knelt down. ഞാൻ അവിടെ മുട്ടുകുത്തി. It was 9:30. ഏതാണ്ട് 9:30 June 17, ജൂൺ 17-ാം തീയതി Saturday night. ശനിയാഴ്ച രാത്രിയിൽ And I began to cry. ഞാൻ കരയാൻ തുടങ്ങി. I began to cry. ഞാൻ കരയാൻ തുടങ്ങി. In 1995, these kind of LED screens were not available in the market. 1995 ഇങ്ങനത്തെയുള്ള LED സ്ക്രീൻസ് ഒന്നും അന്ന് ലഭ്യമായിരുന്നില്ല. I began to see even on a larger screen every sin that I had done being displayed on that LED screen. ഞാൻ എൻ്റെ കണ്ണിന് മുൻപിൽ ഇതിനെക്കാട്ടിലും വലിയ ഒരു LED സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നത് പോലെ എൻ്റെ പാപങ്ങൾ മുഴുവൻ എഴുതിയിരിക്കുന്നത് I began to കാണാനിടയായി. cry. I began, stop that thing, stop that thing, stop that thing. And ഞാൻ കരയാൻ തുടങ്ങി, അതൊന്ന് നിർത്തുക, അതൊന്ന് നിർത്തുക, അതൊന്ന് നിർത്തുക എന്ന്. nobody's listening. ആരും കേൾക്കുന്നില്ല. One after the other, incidences are flashing on this LED screen for the whole world to see. ഒന്നിന് പുറകെ ഒന്നായി എൻ്റെ പാപങ്ങളൊക്കെ ആ LED സ്ക്രീനിൽ ലോകം മുഴുവൻ കാണേണ്ടതിന് വലിയ അക്ഷരങ്ങൾ And എഴുതിയിരിക്കുകയാണ്. after a while, they transitioned into what I was about to do in the future. അത് മാത്രമല്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഭാവിയിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആ സ്ക്രീനിൽ കാണാൻ തുടങ്ങി. How God was you to give me a grace and a ministry, it began to show on that screen. ആ സ്ക്രീനിൽ എന്നിട്ട് ഇങ്ങനെ കാണിക്കുവാൻ തുടങ്ങി, എനിക്ക് ദൈവം കൃപ തരുന്നത്, ഞാൻ ചെയ്യാൻ പോകുന്ന ശുശ്രൂഷകളെ കുറിച്ച് കാണിക്കുവാൻ And I തുടങ്ങി. said, I don't want to see it. I don't want to see it. I'm done. I'm a sinner. I don't want to do this. ഞാൻ എന്നിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി, ഞാനൊരു പാപിയാണ്, അയ്യോ എനിക്കത് കാണണ്ട എന്ന് പറയാൻ തുടങ്ങി. After a while, I was filled with the Holy Spirit. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനാൽ ഞാൻ I don't നിറയപ്പെട്ടു. even know what happened. എന്താണ് സംഭവിച്ചതെന്ന് പോലും When I എനിക്കറിയില്ല. stood up, it was 1:30 in the night. ഞാൻ എഴുന്നേറ്റപ്പോൾ അന്ന് രാത്രി 1:30 മണിയായിട്ടുണ്ട്. And
And when I woke up, when I stood up in the hall, ഞാൻ ആ ഹാളിൽ എഴുന്നേറ്റ് നിന്നപ്പോൾ the whole hall was still worshipping in the spirit. ആ ഹാളിൽ ജനം മുഴുവനും ദൈവത്തെ ആരാധിച്ചുകൊണ്ട് അപ്പോഴും നിൽക്കുകയാണ്. That day I realized it was not the keyboard of Paul Matthews that was creating the atmosphere. And still today I remember it is not the artist that brings heaven down, it is the Holy Spirit that brings heaven down. അന്നൊരു കാര്യം ഞാൻ തിരിച്ചറിഞ്ഞു, പോൾ മാത്യുവിന്റെ കീബോർഡ് അല്ല ആ സാന്നിധ്യം കൊണ്ടുവന്നത്. ഇന്നും ഞാൻ തിരിച്ചറിയുന്നു, അവിടുത്തെ ഒരു ശുശ്രൂഷകനുമല്ല ആ സാന്നിധ്യം തിരിച്ചു കൊണ്ടുവരുന്നതെന്ന്. And by the way, I quit playing keyboard because I thought I didn't want to play with the Holy Spirit anymore again. ഞാൻ അന്ന് കീബോർഡ് വായിക്കുന്നത് നിർത്തുവാനായിട്ട് ഇടയായി തീർന്നു. പരിശുദ്ധാത്മാവിന്റെ കൂടെ ഇനിയും എനിക്ക് ഒന്നും അത് ചെയ്യണ്ട, പരിശുദ്ധാത്മാവില്ലാതെ ചെയ്യണ്ടെന്ന് ഞാൻ ചിന്തിച്ചു. And why I said this was, it was that day when I filled with the Holy Spirit, I was very excited in the next week. കാരണം അന്ന് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടപ്പോൾ ആ ഒരു ആഴ്ച മുഴുവനും എനിക്ക് വളരെ സന്തോഷമായിരുന്നു. And everywhere I'm going, I'm speaking in tongues and I'm just excited about the Holy Spirit, talking to the Holy Spirit, walking and driving and talking to the Holy Spirit. ഞാൻ അന്ന് മുതൽ എവിടൊക്കെ കടന്നു പോകുന്നു അവിടൊക്കെ അന്യഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി, പരിശുദ്ധാത്മാവോട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്നു. After 15 days, I was supposed to buy sports shoes. 15 ദിവസങ്ങൾ കഴിഞ്ഞ് ഞാനൊരു സ്പോർട്സ് ഷൂ വാങ്ങിക്കണമെന്ന് As ആഗ്രഹിക്കുകയായിരുന്നു. a young man, I wanted the men know the brand, the color and the type. Unlike you, precious sisters, who want to throw the whole shop down and then walk out to do the same in another shop also. പുരുഷന്മാർക്ക് നന്നായിട്ട് അറിയാം ഏത് കളർ ഏത് കമ്പനിയുടേത് എവിടെ നിന്ന് വാങ്ങിക്കണം നന്നായിട്ട് അറിയാം. സഹോദരിമാർ സാധാരണ ചെയ്തതുപോലെ കട മുഴുവനും താഴെ ഇറക്കിയിട്ട് അവിടെ വാങ്ങിക്കാതെ അടുത്ത കടയിലും അതുപോലെ ചെയ്യുന്നത് പോലെ ഞങ്ങൾ ചെയ്യാറില്ല. I knew what I wanted. എനിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു I knew എന്ത് the size, വാങ്ങിക്കണം. I knew the brand and I knew what color. എനിക്ക് ആ സൈസ് അറിയാം, ബ്രാൻഡ് അറിയാം, കളർ അറിയാം, വ്യക്തമായിട്ട് അറിയാം. I took my scooter, ഞാൻ എൻ്റെ സ്കൂട്ടർ എടുത്തു, went to the shop, ഞാൻ കടയിലേക്ക് പോയി. and I was about to take it from the display. ആ ഡിസ്പ്ലേയിൽ വെച്ചേക്കുന്ന ഷൂ എടുക്കാൻ ഞാൻ തുടങ്ങുകയാ. Suddenly I heard a voice. പെട്ടെന്ന് ഞാനൊരു ശബ്ദം കേട്ടു, Don't buy that shoes. ആ ഷൂസ് വാങ്ങരുത്. And I told him, what are you doing, Holy Spirit, in the shoe shop? ഞാൻ ചോദിച്ചു, പരിശുദ്ധാത്മാവ് ഈ ചെരുപ്പ് കടയിലും അങ്ങേക്ക് എന്താ പണി? Really? I said, what are you doing in the shoe shop? ഈ ചെരുപ്പ് കടയിൽ അങ്ങ് എന്താ ചെയ്യുന്നത്? That was the first time I understood the Holy Spirit can operate outside the church building also. അന്നാണ് ആദ്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ചർച്ച് ബിൽഡിങ്ങിന്റെ പുറത്തും പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ I did കഴിയും. not like him interfering in my choices of my life. എന്റെ ജീവിതത്തിലെ തിരഞ്ഞെടുപ്പുകളിൽ ഇടപെടുന്ന പരിശുദ്ധാത്മാവിനോട് എനിക്ക് There is a താല്പര്യമുണ്ടായിരുന്നില്ല. message to some of you today. ഇന്ന് നിങ്ങളിൽ ചിലരോടൊരു സന്ദേശമാണ് ഞാൻ കൈമാറുന്നത്. You touch everything but not that box in my heart, oh God. ഓ കർത്താവേ, നീ എന്ത് വേണമെങ്കിലും തൊട്ടോ, എന്റെ ഹൃദയത്തെ ആ ഒരു മുറി ഉണ്ടല്ലോ അത് മാത്രം തുടരുത്. I will not open it. I will do everything. ഞാൻ എല്ലാം തുറക്കും, എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്നാൽ അത് മാത്രം I will തുടരുത്. not forgive that person. എന്നാൽ ആ ഒരു വ്യക്തിയോട് മാത്രം ഞാൻ ക്ഷമിക്കില്ല. I cannot do that, but I will do everything else. ഞാൻ അത് മാത്രം ചെയ്യില്ല, ബാക്കി എന്ത് വേണമെങ്കിലും ഞാൻ You ചെയ്തേക്കാം. take my everything, but not this, oh God. കർത്താവേ, അങ്ങ് എന്റെ എന്ത് വേണമെങ്കിലും എടുത്തുപയോഗിച്ചു, പക്ഷെ ഈ ഒരു കാര്യം മാത്രം തുടരുത്. But I will warn you, this hound of heaven will take that very thing that is very precious to you, and when you give it, he will give it back to you 100 times over. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ സ്വർഗത്തിലെ വേട്ടപ്പെട്ട് നിങ്ങളെ പിന്തുടർന്ന് അവൻ നിങ്ങളെ പിന്തുടരുവാനായിട്ട് ഇടയാകും. തീർച്ചയായിട്ടും അവൻ എന്തെടുത്താലും അത് മടക്കി തരുവാൻ, എത്ര ഇരട്ടിയായി മടക്കി തരുവാൻ So I മതിയായവനാണ്. began to argue. I said, no, I will buy. ഞാൻ പരിശുദ്ധാത്മാവിനോട് വഴക്കിടാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഞാൻ വാങ്ങും. The Spirit said, no, don't buy. പരിശുദ്ധാത്മാവ് പറഞ്ഞു വാങ്ങരുത്. I said, I want to buy. ഞാൻ പറഞ്ഞു എനിക്ക് വാങ്ങണം, I have the money to buy. എനിക്കിത് വാങ്ങുവാൻ പണം എന്റെ The പക്കലുണ്ട്. Spirit said, so what if you have the money to buy? പരിശുദ്ധാത്മാവ് എന്നോട് ചോദിച്ചു, പണം ഉണ്ടെന്ന് വെച്ച് നിനക്കത് വാങ്ങണോ? I said, what's wrong in buying? ഞാൻ ചോദിച്ചു, അത് വാങ്ങിക്കുന്നതിന് എന്താ പ്രശ്നം? Don't buy. നീ വാങ്ങണ്ട, I want to buy. എനിക്ക് വാങ്ങണം. I started to tear up, ഞാൻ ഏതാണ്ട് കരയാൻ തുടങ്ങി. It's not the touch of the Holy Spirit, no. പരിശുദ്ധാത്മാവിനെ സ്പർശിച്ച It was the flesh that was being touched. എന്റെ ജഡമാണെന്ന് സ്പർശിക്കപ്പെട്ടത്. My desires were being offended. എന്റെ ആഗ്രഹങ്ങൾക്ക് ഭംഗമേൽക്കുകയാ. And I said, don't buy. ഞാൻ പറഞ്ഞു വാങ്ങണ്ടെന്ന് എന്നോട് Spirit was പറഞ്ഞു. really persistent. Don't buy. പരിശുദ്ധാത്മാവ് വീണ്ടും വീണ്ടും പറയുക വാങ്ങരുത്. With anger, I walked out of the shop. വളരെ ദേഷ്യത്തോടെ ഞാൻ ആ കട വിട്ട് I പുറത്തേക്ക് was ഇറങ്ങി. not happy. എനിക്ക് ഒട്ടും സന്തോഷം And തോന്നിയില്ല. I reached home and my family and friends were like, yeah, you bought it. ഞാൻ വീട്ടിലെത്തിയപ്പോൾ കുടുംബക്കാരെല്ലാരും ചോദിച്ചു, നീ വാങ്ങി വെച്ചു? ഞാൻ എന്തൊക്കെയോ How can I പറഞ്ഞു. explain the Holy Spirit came to the shoe shop and told me not to buy? എങ്ങനെയാണ് എനിക്കിത് പറയാൻ കഴിയുന്നത്? ആ പരിശുദ്ധാത്മാവ് ചെരുപ്പ് കടയിൽ വന്നു എന്നോട് വാങ്ങണ്ട എന്ന് പറഞ്ഞത്. ഇതേ ഉള്ളായിരുന്നു ഇവന് ബാക്കി. I did not tell anything to anybody. ഞാൻ ആരോടും ഒന്നും പറഞ്ഞിരുന്നു. 2 days later, 2 ദിവസങ്ങൾ our കഴിഞ്ഞപ്പോൾ family came to visit us. ഞങ്ങളെ ഒരു കുടുംബം സന്ദർശിക്കാൻ വേണ്ടി കടന്നു And വന്നു. with the same color, same brand, and an overseas print on it, they brought that gift and gave it to me. ഞാൻ വാങ്ങുവാൻ ആഗ്രഹിച്ച അതേ ഷൂ അത് പുറത്തു നിന്ന് കൊണ്ടുവന്നാണ്. അതെനിക്ക് അതേ നിറത്തിലുള്ള അതേ സൈസിലുള്ള ഷൂ അവർ കൊണ്ടുതരാനായിട്ട് ഇടയായി.
I'm still going dizzy when I tell ഞാൻ that. ഇന്നും അത് പറയുമ്പോൾ എൻ്റെ തല ചുറ്റുന്നത് പോലെ എനിക്ക് തോന്നുന്നു. Because that day I was reminded the Spirit really knows everything and He can do always better than we ask Him. കാരണം അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, പരിശുദ്ധാത്മാവൻ എൻ്റെ ചിന്തകൾക്കും അതീതമായി ഏറ്റവും മികച്ച രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. Please don't limit the Holy Spirit to speaking in tongues. അതുകൊണ്ട് അന്യഭാഷ പറയാൻ മാത്രമായി പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ഒതുക്കരുത്. Please speak in tongues. തീർച്ചയായും അന്യഭാഷകൾ സംസാരിക്കണം. Please speak in tongues. തീർച്ചയായും അന്യഭാഷകൾ And സംസാരിക്കണം. if you don't have that gift, get it. നിങ്ങൾക്ക് ആ കൃപാവരം ലഭിച്ചില്ലെങ്കിൽ ഏതുവിധേനയും പ്രാപിപ്പിൻ. But don't limit him to speaking in tongues. എന്നാൽ അന്യഭാഷ പറയുന്നത് മാത്രമായി പരിശുദ്ധാത്മാവിനെ ഒതുക്കരുത്. Take him to the jewelry shop. നിങ്ങൾ ആ ആഭരണ കടയിലേക്ക് പോകുമ്പോൾ അവനെ കൂട്ടിക്കൊണ്ടു Take പോകും. him to the shoe shop. നിങ്ങൾ ആ ചെരുപ്പ് കടയിൽ പോകുമ്പോൾ Take him പരിശുദ്ധാത്മാവിനെ to the കൂട്ടുവിൻ. sari shop. സാരി കടയിൽ പോകുമ്പോൾ പരിശുദ്ധാത്മാവിനെ കൂട്ടുവിൻ. Take him to the butcher shop also. നിങ്ങൾ ആ മാംസം വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ ഇറച്ചിക്കടയിലും പരിശുദ്ധാത്മാവിനെ കൂട്ടുവിൻ. Take him to the fish shop also. മീൻ കടയിൽ പോയാലും പരിശുദ്ധാത്മാവിനെ കൂട്ടുവിൻ. I'm afraid he might remind you to buy some more fish for another family who might need it more than you. ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനിടയാകും, നിങ്ങളെക്കാട്ടിലും കൂടുതൽ ആവശ്യമുള്ള മറ്റൊരാൾക്ക് വേണ്ടി ഇന്ന മീൻ വാങ്ങണമെന്ന് പോലും പരിശുദ്ധാത്മാവ് ഒരുപക്ഷെ പറഞ്ഞേക്കും. How many want to thank God for the Holy Spirit? എത്ര പേർക്ക് Come on, പരിശുദ്ധാത്മാവിനായി lift your ദൈവത്തിന് hands, നന്ദി പറയാൻ lift your hands and താല്പര്യമുണ്ട്? speak. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി Invite him into your daily decisions. പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ദൈനംദിന Come on. തീരുമാനങ്ങളിലേക്കൊന്ന് സ്വാഗതം ചെയ്തേ. Invite the Holy Spirit into your daily decisions. നിങ്ങളുടെ ദൈനംദിന തീരുമാനങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ സ്വാഗതം Invite him ചെയ്തേ. into your daily decisions. നിങ്ങളുടെ ദൈനംദിന തീരുമാനങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്തേ. Invite him into your investment banking. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്ങിലേക്ക് പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്തേ. Invite him into your land deals. നിങ്ങളുടെ ലാൻഡുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിൽ പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്തേ. Make him the best broker of your shares and investments, debentures. നിങ്ങളുടെ ഷെയറുകളിലെ ഏറ്റവും നല്ലൊരു ബ്രോക്കറായി പരിശുദ്ധാത്മാവിനെ ഒന്ന് അനുവദിക്കാമോ? He knows the markets. അവന് നന്നായി മാർക്കറ്റിന്റെ അവസ്ഥകൾ അറിയാം. He is the best analyst. അവൻ ഏറ്റവും നന്നായിട്ട് സകലവും He വിശകലനം is ചെയ്യാൻ the അറിയാം. best banker. അവൻ ഏറ്റവും നല്ല Oh, ബാങ്കറാണ്. he is the best giver. അവൻ ഏറ്റവും നല്ല കൊടുക്കുന്നവനാണ്. He will never give you second hand blessing. He will give you original blessing all അവൻ the നിങ്ങൾക്ക് time. ഒരിക്കലും പഴയ അനുഗ്രഹങ്ങൾ തരുകയില്ല, നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും മികച്ച അനുഗ്രഹങ്ങൾ തന്നെ നൽകുവാൻ ഇടയാകും. Invite him into your daily decisions. നിങ്ങളുടെ ദൈനംദിന തീരുമാനങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്യുവേ. Come on, speak in tongues right അന്യഭാഷയിൽ now. സംസാരിക്കാമോ? അന്യഭാഷകൾ സംസാരിക്കാമോ? Come on, speak in and invite. As you speak in tongues, invite him into your decision making process. നിങ്ങൾ അന്യഭാഷകൾ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ദൈനംദിന തീരുമാനങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്തേ. Come on, open your mouth and speak in tongues right നിങ്ങളുടെ now. വായികൾ തുറന്ന് ഇപ്പോൾ തന്നെ അന്യഭാഷകൾ സംസാരിച്ചാട്ടെ. If you have not received the gift of tongues, receive it right now in the name നിങ്ങൾക്ക് of ഇതുവരെ Jesus. അന്യഭാഷയുടെ കൃപാവരങ്ങൾ ലഭിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് വിശ്വാസത്താൽ അത് സ്വീകരിച്ചാട്ടെ. Receive the gift of the Holy Spirit. ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ കൃപാവരം ലഭിച്ചാട്ടെ. Receive and speak by faith right now. നിങ്ങൾ വിശ്വാസത്താൽ അത് സ്വീകരിച്ചെന്ന് വിശ്വാസത്തോടെ സംസാരിച്ചാട്ടെ. Don't argue with the Holy Spirit, just speak by faith right now. പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ തർക്കിച്ചു നിൽക്കേണ്ട പകരം അവൻ നിങ്ങളോട് പറയുന്നത് വിശ്വാസത്താൽ സംസാരിച്ചാട്ടെ. Louder, speak louder. ഉറക്കെ ഉച്ചത്തിൽ. And why am I making you speak louder? So that your ears and your body can hear that your spirit has taken over your soul and that the spirit has taken over your body. എന്തുകൊണ്ടാണ് നിങ്ങളോട് ഉച്ചത്തിൽ സംസാരിക്കുവാൻ ഞാൻ പറയുന്നത്? നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ ആത്മാവിനെ അത് കേൾക്കുവാൻ ഇടയാകട്ടെ. അത് നിങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെ സ്പർശിക്കുവാൻ കൊള്ളും ഇടയാകട്ടെ. Ambatira katura bajana vadila hasye ora mahadini hasake jeneve adira marabanaba. Forgive me, Lord, for taking decisions out of my own flesh. Forgive me, Daddy. Forgive me, Holy Spirit, for relying on my money, relying on my account, relying on my need. But Holy Spirit, I invite you. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. എന്റെ ജഡപ്രകാരം ഞാൻ എന്റെ വ്യക്തിപരമാകുന്ന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. കർത്താവേ, അങ്ങയെ സ്വാഗതം ചെയ്യാതെ ഞാൻ ചെയ്ത തീരുമാനങ്ങളെ എന്നോട് അങ്ങ് ക്ഷമിക്കണമേ. Come on, cry out. ഓ, നിലവിളിച്ചാട്ടെ. Repent. മാനസാന്തരപ്പെട്ടാട്ടെ. Ask the Lord to forgive you. കർത്താവിനോട് പറ, കർത്താവിനോട് ക്ഷമിക്കണമേ. I was too reliant on my abilities, oh God. കർത്താവേ, ഞാൻ എന്റെ കഴിവിൽ വല്ലാണ്ട് ആശ്രയിച്ചു പോയി. കർത്താവേ, ഉറക്കെ ഉച്ചത്തിൽ പറഞ്ഞാട്ടെ. You are holy. കർത്താവേ, അങ്ങ് പരിശുദ്ധനാണല്ലോ. When I'm about to get angry, I need you, Holy Spirit. കർത്താവേ, ഞാൻ ദേഷ്യപ്പെടാനുള്ള സാഹചര്യത്തിൽ കർത്താവേ, എനിക്ക് അങ്ങേ ആവശ്യമാണ്. കർത്താവേ, I don't want to sin and
come to you. I want to come to you before I sin. കർത്താവേ, പാപം ചെയ്തിട്ട് അങ്ങയുടെ അടുക്കൽ വരുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കർത്താവേ, പാപം ചെയ്യുന്നതിന് മുന്നമേ എനിക്ക് അങ്ങേ ആവശ്യമാണ് കർത്താവേ. Stop my feet from sinning, oh God. കർത്താവേ, പാപത്തിലേക്ക് പോകുന്ന പാതയിൽ നിന്ന് എന്റെ കാലുകളെ അങ്ങ് തിരിക്കണമേ. Stop my money from sinning, oh God. കർത്താവേ, എന്റെ പണം കൊണ്ട് പാപം ചെയ്യാൻ എന്നെ അനുവദിക്കരുത്. Stop my tongue from sinning, oh God. കർത്താവേ, എന്റെ നാവ് കൊണ്ട് പാപം ചെയ്യുന്നതിൽ നിന്ന് എന്നെ തടയണമേ. Come on, come on. And I want to encourage you to speak in new tongues right now. Fresh tongues in the name of പുതിയ Jesus. ഭാഷകളിൽ പുതിയ ഭാഷകൾ നിങ്ങൾ Fresh tongues in the name of Jesus. ഓ, പുതിയ ഭാഷകൾ പുതിയ ഭാഷകൾ പുതിയ ഭാഷകൾ Fresh tongues. പുതിയ ഭാഷകൾ Fresh tongues. പുതിയ ഭാഷകൾ Fresh tongues. പുതിയ ഭാഷകൾ Fresh tongues. പുതിയ ഭാഷകൾ. Be filled with the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ, പരിശുദ്ധാത്മാവിനാൽ ഹൃദയങ്ങൾ നിറയപ്പെടട്ടെ, പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ To നിറയപ്പെടട്ടെ. face depression. ഓ, നിരാശകളെ നേരിടുവാൻ To തക്കവണ്ണം, face demonic oppression. ഓ, പൈശാചികമാകുന്ന ഭാരങ്ങളെ അതിജീവിക്കുവാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് To ലഭിക്കട്ടെ. destroy every kind of black magic. എല്ലാ ബ്ലാക്ക് മാജിക്കിനെ നേരിടുവാനുള്ള, അതിനെ നിഷ്ഫലമാക്കുവാനുള്ള ശക്തി To ലഭ്യമാകട്ടെ. destroy every kind of demonic warfare. എല്ലാ പൈശാചികമാകുന്ന യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യാനുള്ള ഒരു അഭിഷേകം നിങ്ങളുടെ മേൽ കടന്നു വരട്ടെ. Be filled with the joy of the Lord. ആനന്ദത്താൽ, കർത്താവിലെ ആനന്ദത്താൽ നിങ്ങൾ നിറയുമാറാകട്ടെ. In the midst of trials, to be joyful. പരീക്ഷകളുടെ മധ്യത്തിലും നിങ്ങൾ ധൈര്യത്തോടെയും സന്തോഷത്തോടെയും ആയിരിക്കാൻ ഇടയാക്കട്ടെ. Come on, louder, 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 ഉച്ചത്തിൽ ഉച്ചത്തിൽ louder. ഉച്ചത്തിൽ ഉച്ചത്തിൽ. You may not know what to do, but the Holy Spirit knows what to do. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പക്ഷേ അറിയില്ലായിരിക്കും, എന്നാൽ പരിശുദ്ധാത്മാവിന് വ്യക്തമായിട്ട് അറിയാം എന്ത് ചെയ്യണമെന്ന്. Don't stop, don't stop. നിർത്തരുത്, നിർത്തരുത്, നിർത്തരുത്. Don't be controlled by our pumping. You should be full of the Holy Spirit right now. ഞങ്ങൾ പറയുന്നത് കൊണ്ടല്ല, പകരം പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിറയപ്പെടട്ടെ. Long-term planning. The Holy Spirit is showing long-term planning. The Lord will give you wisdom. Long-term planning. കർത്താവ് നിങ്ങൾക്ക് ദീർഘമായ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുള്ള അസാധാരണമായ ജ്ഞാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. Evergreen planning. ഓ, എന്നും നിത്യ യൗവനത്തോടെ നിൽക്കുന്ന പ്ലാനിങ്ങുകൾ. Some of you are receiving a grace to do something that will keep on yielding harvest every month, every season. ദൈവം നിങ്ങളിൽ ചിലർക്ക് പ്രത്യേക ജ്ഞാനം തരുകയാണ്. എല്ലാ കാലത്തും എല്ലാ സമയങ്ങളിലും നിങ്ങൾക്ക് വിളവ് ലഭിക്കേണ്ടതിന് വേണ്ടി ചില ദൗത്യങ്ങൾ ചെയ്യുവാനുള്ള പ്രത്യേക കൃപ പകരുകയാണ്. Your fruit will not dry, your fruit will not drop, because you are full of the Holy Spirit. നിങ്ങളുടെ ഫലങ്ങൾ അത് നഷ്ടമാവുകയില്ല, നിങ്ങളുടെ ഫലങ്ങൾ കൊഴിഞ്ഞു പോകുകയില്ല, അത് വാടി പോവുകയില്ല, അതെന്നും പച്ചയായി പുഷ്ടിയായി നിൽക്കുവാനിടയാകും. The devil will be ashamed because you will be victorious in every sin and temptation. പിശാച് ലജ്ജിച്ച് തല താഴ്ത്തുവാനിടയാകും. കാരണം എല്ലാ പ്രലോഭനങ്ങളിലും എല്ലാ പരിശോധനകളിലും നിങ്ങൾ ജയാളികളായി മാറുവാനിടയാകും. Somebody needs to sing in the Holy Spirit right now. നിങ്ങൾ ചിലരൊക്കെ ആത്മാവിൽ പാടുവാൻ തുടങ്ങി. Somebody needs to thank in the Holy Spirit. ചിലർ ആത്മാവിൽ ഒന്ന് നന്ദി പറയുവാൻ തുടങ്ങിയാട്ടെ. If you are confused about what we are talking about speaking in tongues, don't worry. Give your anxiousness to the Lord right now. നിങ്ങൾ എന്താണ് അന്യഭാഷ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ ഭാരപ്പെടേണ്ട. നിങ്ങളുടെ സകല ഭാരങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ ഒന്ന് കൊടുത്താൽ മതി. Loria la basata al karani antar karbada giatoro nikti mon koria sekele kerega ga shibiri biri 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 ya la 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 sianto nembria la bartoro robatunia jedere setubri biri biri nigatoro kolburo ti albaraka shatala karadi nambragede jedere sutul koroti likri kotogoro yalde shio la rabalaba yalbarom namadi rudotoro sidiri biri 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 mir dala bara bara bara
barabaratoro ribidi bidi 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 sharie siato rabalo natre melekere bala 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 chuna duriya khradi yalkal kal gasi khinye nugur buliya thale shotoro nadarata nidathare sumra nekeriya galagada shibiri bidi bidi bidi. In the name of Jesus, I release the gifts of the Holy Spirit as you are worshiping right now. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ കൃപാവരങ്ങളെ നിങ്ങളുടെ മേൽ ഞാൻ പകരുകയാണ്. The gift of wisdom right now. ജ്ഞാനത്തിന്റെ കൃപാവരത്തെ. The gift of understanding right now. വിവേകത്തിന്റെ ആത്മാവിനെ. The gift of power and miraculous signs and wonders. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യുവാനുള്ള കൃപാവരം. The gift of healings right now. സൗഖ്യത്തിന്റെ കൃപാവരം. The gift of discernment of spirits. വിവേചിക്കുവാനുള്ള കൃപാവരം. The gift of prophecy. പ്രവചനത്തിന്റെ കൃപാവരം. The gift of speaking in tongues. അന്യഭാഷകൾ സംസാരിക്കാനുള്ള കൃപാവരം. The gift of interpretation of tongues. വ്യാഖ്യാനിക്കുവാനുള്ള കൃപാവരം നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. The gift of administration. നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേഷൻ ചെയ്യാനുള്ള സാധാരണമായ കൃപാവരം. Service. ശുശ്രൂഷയ്ക്കായുള്ള കൃപാവരം. The gift of hospitality. നിങ്ങൾക്ക് അനേകർക്ക് ആതിഥേയത്വം നൽകുവാനുള്ള കൃപാവരം. The gift of teaching. പഠിപ്പിക്കുവാനുള്ള കൃപ. Apostolic teaching. അപ്പോസ്തലികമാകുന്ന ടീച്ചിങ് കൊടുക്കാനുള്ള കൃപ. Apostolic ministry. അപ്പോസ്തലിക് മിനിസ്ട്രി ചെയ്യാനുള്ള കൃപ. The gift of pastors. പാസ്റ്റർ ആകുവാനുള്ള ഒരു കൃപ. The gift of evangelism. ഒരു ശുശ്രൂഷകനാകുവാനുള്ള കൃപ. The gift of teaching. നല്ല അധ്യാപകനാകുവാനുള്ള ഒരു കൃപ. The gift of prophecy. പ്രവചനത്തിന്റെ ഒരു കൃപ വെളിപ്പെടട്ടെ. Receive. പ്രാപിച്ചാട്ടെ സ്വീകരിച്ചാട്ടെ. സ്വീകരിച്ചാട്ടെ. പറഞ്ഞാട്ടെ ഞാൻ ചെയ്യും. I will do it with your help. കർത്താവേ അങ്ങയുടെ സഹായത്താൽ. Holy Spirit, I will be an obedient student with your help. പരിശുദ്ധാത്മാവേ അങ്ങയുടെ സഹായത്താൽ ഞാൻ അനുസരണമുള്ള ഒരു വിദ്യാർത്ഥിയായിരിക്കും. I will be a better worshipper with your help, Holy Spirit. കർത്താവേ അങ്ങയുടെ സഹായത്താൽ ഞാൻ നല്ലൊരു ആരാധകനായി മാറും കർത്താവേ. Winds of change. Winds of revival. മാറ്റത്തിന്റെ ഒരു കാറ്റ്, ഉണർവിന്റെ ഒരു കാറ്റ് വീശുകയാണ്. Winds of worship. ആരാധനയുടെ ഒരു കാറ്റ് വീശുകയാണ്. The wind of prayer. പ്രാർത്ഥനയുടെ ഒരു കാറ്റ് വീശുകയാണ്. The wind of excellence. ഏറ്റവും മികച്ച രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കാറ്റ്. The wind of influence. സ്വാധീനിക്കുവാനുള്ള ഒരു കാറ്റ്. ശകലഗരഗരഗസ്യതരകലോ നാന്ദിയംബ്രോ ജീബ്ലത്തെ ലഹതരകിയ സന്ദലകരെ. Store it. Store this presence right now. പ്രാപിച്ചോ അവന്റെ സാന്നിധ്യത്തെ പ്രാപിച്ചോ. You will need it tomorrow. നിറയപ്പെടട്ടെ. നാളെ നിങ്ങൾക്ക് ആവശ്യം വരും. Store it today. ഇന്നത് പ്രാപിച്ചോ. You will need it next week. അടുത്ത ആഴ്ച നിങ്ങൾക്ക് അത് ആവശ്യം വരും. Store it right now. ഇപ്പോൾ കൂട്ടി വെക്കുക. You will need it to fight temptation tomorrow. നിങ്ങൾക്ക് നാളെ പ്രലോഭനത്തെ അതിജീവിക്കുവാൻ ഇത് അനിവാര്യമാണ്. Be full of the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക. Be full of the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക. Be filled with the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക. നകലകലകതിയതോരകലോദോ നേംദ്രിയലോ സിയതലെ രബരബരബരബര ശഖറബലബലബലബടബനകടകദുരിയാന്തലേ യാൽകോതനോ മോദിയച്ചത്തെ സുന്ദിനി മനാതിരി ബലബലബലബരബടകദരി ലീഗതരെ രീഗച്ചിയോ സാഖാലിയതറബലബരബ നിമരിയതരെ നമച്ചിയതറകലഗടഗദരോ നഹദല ദദദദദ സുദുൽ ബുനിയന്തലക്കെ നിന്ദുൽ ബൂരിയകലാദിയൽകരക്കെ ചതലഗരഗടഗദര യാൽ ഹസ്നി തുൻമനേദ. For some of you, the Holy Spirit is holding your hands and leading you into your destiny. നിങ്ങളിൽ ചിലർക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കരങ്ങളെ പിടിച്ച് നിങ്ങൾ കടന്നു പോകേണ്ട ഭാവിയിലേക്ക് നിങ്ങളെ നയിക്കുകയാണ്. He will connect you to the right people. അവൻ നിങ്ങളെ ശരിയാകുന്ന ആളുകളുമായി കണ്ടുമുട്ടുവാൻ ഇടയാക്കും. Divine appointments are going to come up. ദൈവികമാകുന്ന കണ്ടുമുട്ടലുകൾ. Miduri Hazandana Koro Deal Berekerede Rikal Berakadagadaga Sakal Barotini Bara Shatal Kara Lake Chere Seten Ritanduro Shibiri Your whole Korokosiam Ribadagadaga Siatar Kana Duragadaga
റക്കനമനാധുരിയല കരകടകദരകടക ശിബിരി ബിരി 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 Mahadiriete solgaliete shiatale nahadiandara kanadara karajiata sidel beret namri bobokdo jigal garagada bakalbo sibrate nida da 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 rakini kade jigal gari shugriya daga rukatu basbin manadiatare nodim nakachia dala kalagada dorokoro chitara satana gadara ribada jinali atalia lo shere re nadron mende bus bakalatire nirknadi gachno dibiri biri biri shigir kadra lagara sala kare tno biri biri shriatare solo korojia. Spirit of the living God, we acknowledge your presence in this room. പരിശുദ്ധാത്മാവാം ദൈവമേ, ജീവനുള്ള ദൈവമേ, അങ്ങയുടെ സ്വാധീനത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. There are more things that need to be told, but I'll break here. I'll stop here. ഇനിയും ചില കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ടെന്നാൽ ഞാൻ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. By saying this, for the unbeliever, the primary task of the Holy Spirit is to bring salvation. ഒരു അവിശ്വാസിയെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവിന്റെ പ്രധാന ഉദ്ദേശം അദ്ദേഹത്തെ രക്ഷയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. In John 16 we read, he will convict you of sin, righteousness and judgment. യോഹന്നാൻ 16 ഇങ്ങനെ പറയുന്നു, അവൻ പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം വരുത്തുമെന്ന്. But for the believer, എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചോ, it is not salvation, that has already been attained. രക്ഷയെക്കുറിച്ചല്ല പരിശുദ്ധാത്മാവ് പറയുന്നത്, അത് ലഭ്യമായി കഴിഞ്ഞതാണ്. The task of the Holy Spirit is transformation. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മളിലുള്ള പരിവർത്തനമാണ്. For the unbeliever it is salvation. അവിശ്വാസിയെ സംബന്ധിച്ച് രക്ഷയാണ് പ്രധാനം. But for the believer, എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചോ, it is transformation. പരിവർത്തനമാണ്, രൂപാന്തരമാണ്. To become more like Jesus. യേശുവിനെ പോലെ അധികമായി തീരുക. In Hindi it says like this, ansh karke, in by bit, the more we behold him, the more we become like him. നാം എത്രമാത്രം യേശുവിനെ അനുഗമിക്കുന്നു, അത്രമാത്രം ഓരോ നിമിഷവും അവനെ പോലെ ആയി തീരുകയാണ്. അനുഗമിക്കുക മാത്രം, the more we behold him, the more we look to him, the more we spend time with him, we become like him. നാം അവന്റെ കൂടെ സമയം ചെലവഴിക്കുമ്പോൾ എത്രത്തോളം അവനോട് അടുക്കുവാൻ ശ്രമിക്കുന്നു, അത്രത്തോളം അവനെ പോലെ ആയി തീരുകയാണ്. And in that metamorphosis, that word is there, right? Transformation, metamorphosis, the caterpillar becomes the butterfly. ആ രൂപാന്തരത്തിൽ, പ്രത്യേകിച്ച് മെറ്റാമോർഫോസിൽ നമുക്കറിയാം, ഒരു പുഴു ഒരു പൂമ്പാറ്റയായി മാറുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ. And for us, നമ്മെ സംബന്ധിച്ച്, until we become like Jesus, the Holy Spirit is at work in us. നാം യേശുവിനെ പോലെ ആയി തീരുന്നത് വരെ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. Metamorphosis, that means transforming us from one stage to a completely different stage. ആ മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നത് ഒരു തലത്തിൽ നിന്ന് മറ്റൊരു വിഭിന്നമായ തലത്തിലേക്ക് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു മാറ്റമാണ്. That is why you cannot be spiritual and still love the world. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് ആത്മീയനായിരിക്കെ ലോകത്തെയും സ്നേഹിക്കാൻ കഴിയില്ല എന്ന് That's പറയുന്നത്. when Galatians says you become a friend of the world and you become an enemy of God. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ സ്നേഹിതനായി തീർന്നാൽ ലോകത്തോട് ശത്രുത്വമുള്ളവനായി തീരും. You cannot be friends with both the parties. നിങ്ങൾക്ക് രണ്ടുപേരോടും ഒരേപോലെ സ്നേഹത്തിൽ പിന്തുടരുവാൻ And it's not കഴിയില്ല. an easy journey. അത് എളുപ്പമുള്ള ഒരു പാതയല്ല. And that is where you need the help of the Holy Spirit, transformation. അവിടെയാണ് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യമായിട്ടുള്ളത്, ഒരു രൂപാന്തരം പ്രാപിക്കുക. So for the unbeliever, what is the biggest task of the Holy Spirit? ഒരു അവിശ്വാസിയെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് എന്താണ് ചെയ്യുന്നത്? And for the believer, വിശ്വാസിയെ സംബന്ധിച്ചോ, one question, very personal question to you, don't answer. ഒരു നിങ്ങളോട് വ്യക്തിപരമായുള്ളൊരു ചോദ്യമാണ്, മറുപടി ആരും പറയണ്ട. In all these years, how much of you has become like Jesus? ഈ കാലഘട്ടത്തിൽ മുഴുവൻ നിങ്ങൾ വിശ്വാസിയെ ജീവിച്ച കാലത്തിൽ എത്രമാത്രം യേശുവിനെ പോലെ നിങ്ങളായി തീർന്നിട്ടുണ്ട്? I know the answer for myself, so I'm saying I need
definitely I need the Holy Spirit. എന്നോട് ഈ ചോദ്യം ചോദിച്ചാൽ ഉത്തരം എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ മറുപടിയായി ഇങ്ങനെ പറയും, എനിക്ക് വാസ്തവമായും പരിശുദ്ധാത്മാവിനെ കൂടിയേ തീരൂ. Can we all stand up നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം നിൽക്കാമോ? and just invite the Holy Spirit for transforming us? ആ പരിശുദ്ധാത്മാവിനെ ഒന്ന് സ്വാഗതം ചെയ്തേ, നമ്മളെ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാനായി. I don't know how to end this service, but I really want to end with a prayer. Lord, transform us. ഈ ശുശ്രൂഷ എങ്ങനെ നിർത്തണമെന്ന് എനിക്ക് അറിയില്ല, പക്ഷേ ഒരു പ്രാർത്ഥന കൊണ്ട് നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങളിൽ ഒരു രൂപാന്തരത്തെ അങ്ങ് നൽകണമേ. May we look less like the world and more like Jesus. നാം ലോകത്തെ പോലെ വളരെ ചെറുതായി മാത്രം കാണപ്പെടട്ടെ, കൂടുതൽ യേശുവിനെ പോലെ ആയിത്തീരുവാൻ കർത്താവ് I സഹായിക്കട്ടെ. request you to pray for our family back in North India and the pastors and their families and the churches, that we would look more like Jesus. ഞാൻ നിങ്ങളോട് ഒരു കാര്യം മാത്രം അപേക്ഷിക്കുകയാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനും, പ്രത്യേകിച്ച് സഭയാ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങൾ കൂടുതൽ യേശുവിനെ പോലെ ആയിത്തീരുവാനായി. The devil knows his time is short and he is madly working against the church. പിശാചിന് നന്നായിട്ടൊരു കാര്യം അറിയാം, അവന് മുൻപിൽ സമയം ഒട്ടുമില്ല. അതുകൊണ്ട് അവൻ വളരെ ഭ്രാന്തമായി സഭയ്ക്കെതിരെ And he's trying to പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. work in the church also. അവൻ സഭയ്ക്ക് അകത്തും പ്രവർത്തിക്കാൻ ശ്രമിക്കുകയാണ്. But some of us godly people are going to rise up and not allow the enemy any opportunity, and we will ensure he fails again, yet again, and the church is victorious and glorious. എന്നാൽ പിശാച് പ്രവർത്തിക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മളിൽ ചിലരൊക്കെ ദൈവികമായി എഴുന്നേറ്റ് അതിനെയൊക്കെ ജയിക്കുവാൻ, പിശാചിന് ജയിക്കാൻ ഒരിടവും കൊടുക്കാതെ നിൽക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ.